ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഭംഗി, ആ ഭംഗി ആരോടും ഒന്നിനോടും തുല്യമല്ലാത്ത രൂപത്തിൽ അല്ലതീ ലം യുൽബിസ്ഹാ അഹദ, ആർക്കും അങ്ങനത്തെ ഒരു ഭംഗി അല്ലാഹു തആല നൽകിയിട്ടില്ല. സൃഷ്ടികളിൽ ആർക്കും നൽകാത്ത ഭംഗിയുള്ളവർ. ഭംഗി മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളിൽ ഒരു വിശേഷണവും ആർക്കും നൽകിയിട്ടില്ല. പക്ഷെ എല്ലാം അല്ലാഹു നൽകിയതാണ്, അത് സൃഷ്ടിയാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി, മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ നന്മകളിൽ, ഗുണങ്ങളിൽ മുനസ്സഹുൻ അൻ ശരീകിൻ, പങ്കാളിയില്ല. ലാ ശരീക ലഹു, പങ്കാളിയില്ല. എന്തില്? ഫീ മഹാസിനിഹി, മുത്തുനബി തങ്ങളുടെ ഹസ്നിൽ, ഗുണങ്ങളിൽ, സൽഗുണങ്ങളിൽ ചീത്ത ഗുണങ്ങളൊന്നും തങ്ങൾക്കില്ല. ചീത്ത വിശേഷണം ഒന്നും തന്നെ തങ്ങൾക്കില്ല. സൽഗുണങ്ങൾ എല്ലാം ഉണ്ട്. ആ സൽഗുണങ്ങളിൽ ആർക്കും തുല്യതയുമില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസ്, പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ഭംഗിയെ പറ്റിയാണ് പറയുന്നത്. അല്ലതീ ലം യുൽബിസ്ഹാ അഹദ് എന്ന് നമ്മൾ ഖുതുബയിൽ കേട്ടു. അലി റളിയല്ലാഹു അൻഹു മുത്തുനബിനെ വിശേഷിപ്പിച്ച ഹദീസ്. എന്തൊരു ശൈലിയിലാണ് ആ വാക്കുകളൊക്കെ പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. മൗലവിമാർക്ക് ഏതായാലും അറിയാം. അവസാനം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, യഖൂലു നഅയ്തുഹു ലം നറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു. നബി തങ്ങളെ വിശേഷിപ്പിക്കുന്ന കണ്ടറിഞ്ഞ ആള് പറയും, തങ്ങളോട് തുല്യമായ ഒരു വ്യക്തി മുന്നെയും കഴിഞ്ഞിട്ടില്ല, ഉറപ്പാണ്, ഇനി വരികയുമില്ല, ഉറപ്പാണ് എന്ന് പറയും. ഇതാണ് സ്വഹാബാക്കളുടെ മുഴുവനും അനുഭവം. അവരുടെ വാക്കിൽ അവരെല്ലാവരും പറഞ്ഞ ആശയം ഇതാണ്. അതാണ് അല്ലതീ ലം യുൽബിസ്ഹാ അഹദ. അല്ലാഹു തആല അവിടുത്തേക്ക് കനിഞ്ഞേകിയ, അവിടത്തേക്ക് കൊടുത്ത സമ്മാനങ്ങളായ, സമ്മാനം കൊടുക്കാൻ മാത്രം ഉണ്ടല്ലോ. കാരണം ആയിരക്കണക്കിന് 12,000-ഓളം വർഷം ലോകത്തെ ആദ്യം പടക്കപ്പെട്ട മുത്തുനബി തങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലി എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എല്ലാ നിലക്കും അല്ലാഹുവിനെ പുകഴ്ത്തിയ ആ റൂഹു ഷരീഫ്, അതിന് സമ്മാനമായി ശരീരത്തിന് കൊടുത്ത ഭംഗിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റ് സൽഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാഹു തആല കൊടുത്തു. ആ ആത്മാവിന് ലോകത്ത് വരുമ്പോൾ അതിനനുസരിച്ച സമ്മാനം കൊടുത്ത സ്വഭാവങ്ങളിൽ, മറ്റു കാര്യങ്ങളിൽ, ഭംഗിയിൽ അല്ലതീ ലം യുൽബിസ്ഹാ അഹദ, ആർക്കും കൊടുക്കാത്ത സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭംഗിയുടെ സമ്മാനം കൊടുത്തു. ഫൗലിദ, അതുകൊണ്ട് തന്നെ തങ്ങൾ ജനിച്ചു. ബിവജിഹിൻ, ഒരു വലിയ വർണ്ണിക്കാൻ കഴിയാത്ത മുഖത്തോടുകൂടെ.
മുഖത്തെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ബിവജിഹിൻ ഒരു ശരീരത്തോടു കൂടെ എന്നും പറയാം. മുഖമായിരിക്കലാണ് ഏറ്റവും നല്ലത്. വജുഹിന് ശരീരം, ദാത്ത് എന്നൊക്കെ അർത്ഥം ഇമാമിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബിവജിഹിൻ ഒരു മുഖത്തോടു കൂടെ, ഒരു മുഖവുമായിട്ടാണ് തങ്ങൾ ജനിച്ചത്. അഹ്ജല ആ മുഖം നാണിപ്പിക്കുന്നു, ഖമറൻ ചന്ദ്രനെ നാണിപ്പിക്കുന്നു. ഇരുളത്ത് പ്രകാശം നൽകുന്ന ഒരുത്തനാണ് ഞാൻ എന്ന പവർ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രകൃതിയിൽ കാണിക്കുന്ന ഒരു സാധനമാണല്ലോ ചന്ദ്രൻ നാണിച്ചു പോയി. ഞാൻ എന്ത് പറയാനാ, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ചന്ദ്രൻ നാണിച്ചുപോയി. ഞാനാണോ ഭംഗി, ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് ഈ രാത്രിയിൽ. എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ ഭംഗി കാണിക്കാൻ എനിക്കേ കഴിയൂ എന്ന് ചന്ദ്രൻ എന്നോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നാവ് കൊണ്ടല്ലാതെ അതിൻ്റെ സന്ദർഭത്തിൻ്റെ അവസ്ഥ കൊണ്ട് പറയാൻ, അവസ്ഥയുടെ നാവ് കൊണ്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിലും അതിൽ ചിത്രീകരിക്കപ്പെടുന്നൊരു വിഷയമാണ്. എന്നാൽ ചന്ദ്രൻ ഇനി അത് പറയാൻ കഴിയില്ല. അതാണ് നാണിച്ചുപോയി, നാണിപ്പിച്ചുപോയി ഖമറൻ ചന്ദ്രനെ. അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും ലഭിക്കുന്ന പ്രകാശമാണ് ചന്ദ്രൻ എന്നാണ് ഗോളശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതായിരിക്കണം ശരി. അതിരിക്കട്ടെ, ശരിയെ തെറ്റോ സംസാരിക്കാനുള്ള ടൈമല്ല ഇപ്പോൾ ആ വിഷയത്തിലൊന്നും. അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് എത്രയോ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ലിസാനുൽ ഫൽസഫ, ലിസാനുൽ ഹുക്കമ മാത്രമാണ്. അത് ഉറപ്പാണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ആ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചന്ദ്രൻക്ക് കിട്ടുന്നത് മുഴുവൻ ലൈറ്റും സൂര്യനിൽ നിന്നാണെന്ന് അത് ഉറപ്പാണെന്നാണ് ഹുക്കമാവ് ഫുള്ള് പറഞ്ഞത്. അതിന് 3-4 കിതാബുണ്ട്. ചമീന്, അതും ഇതും അതിൽ കുറേ ഉറപ്പുകളുണ്ട്, ആള് കേൾക്കാൻ പറ്റാത്ത ഉറപ്പുകൾ. അങ്ങനെ തന്നെ ചെയ്യപ്പെടാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മൗലിദ് ചർച്ച മറ്റൊന്നായി മാറും. ഏതായിരുന്നാലും അത് ശരിയായിരിക്കോട്ടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നും ഇസ്ലാമിനൊന്നും സംഭവിക്കാനില്ല. അതന്നെയാണ് ശരിയെന്നായിക്കോട്ടെ. എന്നാൽ കേൾവിക്കാർക്ക് വേണ്ടി അംഗീകരിച്ച് പറയാം. ആ സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം സൂര്യനെ തൊട്ട് അടുക്കുകയും അകലുകയും ചെയ്യുന്നതിനനുസരിച്ച് ചന്ദ്രന്റെ പ്രകാശം വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് പിടിച്ചതാണ് സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ നിന്നാണെന്ന്. അങ്ങനെ അതസിയാത്തിൽ പെടുത്താം. തകരാറൊന്നുമില്ല. തകരാറില്ല എന്ന് മുസ്ലിമീങ്ങൾക്ക്. അതുകൊണ്ട് ഇസ്ലാമിന് ഒരു തകരാറും സംഭവിക്കാനില്ല. സൂര്യന്റെ പ്രകാശം ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്നായതുകൊണ്ടും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ടും പിടിക്കാനില്ല, പ്രശ്നമില്ല. ഈ നിലക്ക് ഉള്ള പ്രകാശം സൂര്യനിൽ നിന്ന് ചന്ദ്രൻ ലഭിക്കുമ്പോൾ ഈ സൂര്യന് കിട്ടിയ പ്രകാശം എവിടുന്ന? അത് മുത്തുനബിയിൽ നിന്നാണ് താനും. അത് സ്വഹീഹ ഹദീസിൽ വന്നതാണ്. എല്ലാ പ്രകാശത്തിൻ്റെയും തുടക്കം മുത്തുനബി തങ്ങളാണ്. എല്ലാത്തിനും പ്രകാശം നൽകിയത് മുത്തുനബി തങ്ങളാണ്. എല്ലാ സാധനത്തിൻ്റെയും പ്രകാശത്തിൻ്റെ തുടക്കം മുത്തുനബി തങ്ങളാണ്. എങ്കിൽ സൂര്യൻ എന്ന പ്രകാശത്തിൻ്റെയും പ്രകാശമുടയ ആഗ്രഹത്തിൻ്റെയും ആഗ്രഹം തന്നെയല്ലേ അല്ലേ? അങ്ങനെയാണ് ആഗ്രഹം അല്ലേ? പ്രകാശം മുത്തുനബിൻ്റെതാണ്. അതിൽ നിന്ന് കിട്ടിയ പ്രകാശമാണ് ചന്ദ്രനെങ്കിൽ ചന്ദ്രന് ലജ്ജിച്ചു പോവുകയില്ലേ? മുന്നിൽ ഇങ്ങനെ പ്രകാശമായിട്ട് വന്നിക്കാൻ ഫോക്കസായതിൻ്റെ മുമ്പ് എന്തെങ്കിലും കിട്ടിയതാ? ചെറിയ ചെറിയ ഇൽമുകൾ നമുക്ക് നമ്മളെ കയ്യിലോണ്ട് കോരാൻ പറ്റിയ ആ ബഹറിൽ നിന്ന് കോരിയത് റയീസുൽ ഉലമന്റെ ബഹറിൽ നിന്ന് കോരിയത്, ഷെയ്ഖുന വൈലത്തൂർ ഉസ്താദിന്റെ ബഹറിൽ നിന്ന് കോരിയത്. പക്ഷെ നമ്മൾ കുഞ്ഞു കയ്യിലോണ്ട് കോരാൻ കഴിയുള്ളൂ, നമ്മളെ അടുത്തുള്ള കയ്യിൽ ചെറുതാ. അങ്ങനെ കിട്ടിയത് എന്നിട്ട് നമ്മൾ അവരെ മുമ്പിൽ തേയാൻ പറ്റൂലല്ലോ. ഓലെ മുമ്പിൽ അത് വായിക്കാൻ നിന്നാൽ എന്തോ നാണമാണ്. എന്ന പോലെ സൂര്യനിൽ നിന്ന് കിട്ടിയ പ്രകാശവുമായി ചന്ദ്രൻ വന്നിട്ട്
സൂര്യൻക്ക് പ്രകാശം കൊടുത്ത മുത്തുനബിന്റെ മുമ്പിലെത്തുമ്പോൾ ചന്ദ്രൻ നാണിച്ചു പോവുകയില്ലേ അല്ലേ? എന്താ ഞാൻ എൻ്റെ ഷെയ്ഖുനാൻ്റെ ഒക്കെ ഒന്ന് കിട്ടിയതാണല്ലോ ഇപ്പോൾ മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കണേ. എന്ത് ഈ നാണമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അതിലതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഖരീബും മുത്തദലിൽ തസറുഫ് നടത്തിയാൽ അത് ഖരീബായി തീരുമെന്ന് സാഹിത്യശാസ്ത്രം പറയുന്ന തൊഫത്തുൽ ഇഖ്വാൻ പോലുള്ള കിതാബുകൾ ഓതിയവർക്ക് അറിയാം. അതും നാടന്മാരെ മുന്നിൽ പങ്കെടുക്കാൻ പറ്റൂല. എന്നാ അതന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയും ആകാം. ഏതായിരുന്നാലും ചന്ദ്രനെ ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ ഉള്ള മുഖം ഫർഖദ് എന്ന് പറയുന്ന നക്ഷത്രത്തെയും ലജ്ജിപ്പിക്കുന്ന മുഖം. ഫർഖദ് എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവത്തിന്റെ അരികിൽ വളരെ അരികിൽ ഉദിക്കുന്ന ഒരു നക്ഷത്രമാണ്. ഉള്ള ഒരു നക്ഷത്രമാണ്. ഉദിക്കുന്ന എന്ന് പറയുന്നത് ചിലരൊക്കെയുള്ള നോക്കി പറയുന്നതാണ്. ഫർഖാഡ് എന്നാണ് അതിന് മറ്റ് ഭാഷക്കാരൊക്കെ പറഞ്ഞു കാണുന്നത്. ഇനി ഫർഖാദ് എന്ന് വായിച്ചിട്ടും തകരാറൊന്നുമില്ല. ഇംഗ്ലീഷിൽ അവസാനം ഡി അല്ലേ, ഡി ഇഡ് എന്ന് തന്നെ വായിക്കണമെന്നില്ലല്ലേ. അതിന്റെ ശബ്ദത്തിൽ ദ് എന്നുണ്ടല്ലോ. മുഹമ്മദ് ഒക്കെ അതിൽപ്പെട്ടതാണ്. ഫർഖാഡ് എന്നാണ് എഴുതി കാണുന്നത്. ആ നക്ഷത്രത്തിന് പല പ്രത്യേകതയുണ്ട്. ഒബിൻ നജ്മിഹും യഹ്തദൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ എഴുതാൻ പറ്റിയ നക്ഷത്രമാണെന്ന് ചരിത്രകാരന്മാർ പറയും. അതുകൊണ്ട് ദിശ തിരിയാനും മറ്റും പലരും ഉപയോഗപ്പെടുത്തുന്നു എന്ന് ആ നക്ഷത്രത്തെ പറ്റി സംസാരിക്കുന്നവർ പറയുന്നുണ്ട്. ആ നക്ഷത്രം മക്കയെ കൊള്ള നോക്കുമ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് 21 ഡിഗ്രി അകന്നു നിൽക്കുന്ന മക്ക, അല്ലെങ്കിൽ 10-യോ 11-യോ അകന്നു നിൽക്കുന്ന നമ്മളെ കൊള്ള നോക്കുമ്പോൾ ഉത്തര ധ്രുവം പൊങ്ങിയാണ് ഉണ്ടാവുക. അത് ശാസ്ത്രം പഠിച്ചവർക്കറിയാം. അതിൽ സൂര്യനോടൊത്തു അല്ല മുഅദ്ദിലുൻ നഹാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ അതിനോടൊത്തുകൊണ്ടുള്ള ഭൂമധ്യരേഖയോട് ഒത്ത് ഈ മുഅദ്ദിലുൻ നഹാർ എന്ന് പറയുന്ന ഭൂമിയുടെ നടുവിലൂടെ ആലമിന്റെ ഒത്ത നടുവിലൂടെ കടന്നു പോകുന്ന രേഖ, ആ രേഖയുടെ ചെറിയതായ മദാറാത്തുകൾ അങ്ങനെ ധ്രുവം വരെ പോകുമല്ലോ. അപ്പോ നമ്മുടെ ഉഫുക്ക് അഥവാ ചക്രവാളം, അതിന്റെ മുകളിൽ നക്ഷത്രം വന്നാൽ ഉദിച്ചു എന്നും അതിന്റെ താഴെ നക്ഷത്രമാകുമ്പോൾ അസ്തമിച്ചു എന്നും നമ്മൾ പറയും. ആ ഉഫുക്ക് കട്ട് ചെയ്യുന്ന, തഖാത്തു ചെയ്യുന്ന മദാറാത്തുകളുമുണ്ട്, തൊട്ട് നിൽക്കുന്ന മദാറാത്തുമുണ്ട്, തീരെ തൊടാത്ത മദാറാത്തുകളുമുണ്ട്. തീരെ തൊടാത്ത മദാറാത്തിലാണ് ഫർഖദ് നിലകൊള്ളുന്നത്. മക്ക കൊള്ള നോക്കിയാൽ ഏതായാലും അങ്ങനെ തന്നെ, നമ്മളെ കൊള്ള നോക്കിയാലും അങ്ങനെ തന്നെ. അപ്പോൾ ഫർഖദ് അസ്തമിക്കുന്നില്ല. പിന്നെ ഭൂമധ്യരേഖയിലുള്ളവർക്കും അതുപോലെ തന്നെ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തുള്ള ദക്ഷിണ ധ്രുവത്തോട് അടുത്ത് കിടക്കുന്നവർക്കൊക്കെയാണ് അത് അസ്തമിക്കൽ. അപ്പം അതുകൊണ്ട് തന്നെ മക്കയുടെ മുന്നിൽ നിന്ന് ഞാൻ അസ്തമിക്കാതെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരുത്തനാണെന്ന പ്രൗഢി കാണിക്കുന്ന ഫർഖദ് എന്ന് പറയുന്ന നക്ഷത്രവും തോറ്റുപോയി. കാരണം എന്തുകൊണ്ട്? മുത്തുനബിയാകുന്ന നക്ഷത്രം, അല്ലെങ്കിൽ മുത്തുനബിയാകുന്ന ഖമർ, മുത്തുനബിയാകുന്ന ബദർ, അത് ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും എല്ലാ ലോകത്തുക്കും ഒരേ ടൈമിൽ
പ്രകാശം കാണിക്കുന്നവരാകുമ്പോൾ ഏതെങ്കിലും ഒരു ദിശയിൽ നിന്ന് പ്രകാശം കാണിക്കുന്ന സാധനത്തിന് അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് ഫർഖദ് എന്ന നക്ഷത്രത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറും കമ്പിക്ക് വേണ്ടിയല്ല എന്നതാണ് സത്യം. ഏതായിരുന്നാലും ഫർഖദ് എന്ന് പറയുന്ന നക്ഷത്രം നിങ്ങൾ കിതാബുകൾ പരിശോധിച്ചാൽ ഫർഖദാനി എന്നാണ് കാണുന്നത്. 2 ഫർഖദുണ്ട്. ഒന്ന് വളരെ ലൈറ്റുള്ള അതിയായ ലൈറ്റുള്ള ഒരു ഫർഖദ്, ഒന്ന് അതിന്റെ അടുത്ത് ലൈറ്റുള്ള മറ്റൊരു ഫർഖദ്. ഇവർക്ക് പേര് ഫർഖദാൻ. 2 ഫർഖദുകൾ എന്നാണ്. സമദാൻ എന്ന് പറഞ്ഞ രണ്ടത്താണി എന്ന് പറഞ്ഞില്ല. സമുദാൻ അത്താണി, സമദാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ ഫർഖദാൻ. 2 അല്ല, ഞാൻ പറഞ്ഞു തമാശ അല്ല, അത് അങ്ങനെ തന്നെയാണ് സംഭവം. അല്ലാതെ അള്ളാഹിനെക്കുള്ള ചേർത്തൊന്നുമല്ല. ഇപ്പോൾ അൽ ഹൗസു സമദാനി സമദാനി അല്ല, അത് മൊയ്തീൻ ശൈഖ്. അങ്ങനെ കുറേ മഹാന്മാരുണ്ട്. അപ്പോ ഈ ഫർഖദ് എന്ന് പറയുന്ന നക്ഷത്രം വലിയ പ്രകാശം പരത്തുന്നത് കൊണ്ട് ആ ഫർഖദിനിക്ക് പലരും സാമ്യപ്പെടുത്താൻ വേണ്ടി പ്രകാശത്തെ സാമ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ്. ഉസ്താദ് പറഞ്ഞ വൈലത്തൂർ ഉസ്താദും മറ്റും പറഞ്ഞ ഖമറിന് പറഞ്ഞ പോയിന്റ് ഫർഖദിന് പറയാൻ കഴിയില്ല. അതിന് ചിലർ കരടി വാൽ എന്ന് പേര് പറയാറുണ്ട്. കരടി വാലിനെ പോലെ വികസിച്ച് ഉദിച്ചു നിൽക്കുന്ന എന്നർത്ഥം. ദവാത്തുൽ അദ്നാബ് എന്നൊക്കെ പറയല്ലേ നമ്മൾ കിതാബൊക്കെ ഓതുമ്പോൾ ചില നക്ഷത്രങ്ങളെ പറ്റി. അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ് ഫർഖദ്. ആ നക്ഷത്രവും തോറ്റുപോയി. അതിനും ലജ്ജ വരുന്ന രൂപത്തിലാണ് ഞാൻ ഉത്തരധ്രുവത്തിന്റെ ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം പ്രകാശം നൽകുന്നു. ഞാൻ രാത്രികളിൽ പ്രകാശം നൽകുന്നു. സൂര്യൻ പറയുന്നു ഞാൻ പകലിൽ പ്രകാശം ചെയ്യുന്നു. മുത്തുനബി പറയുന്നു ഞാൻ എപ്പോഴും ഏത് ഭാഗത്തും പ്രകാശം ചെയ്യുന്നു. അപ്പോൾ മറ്റരെല്ലാം തോറ്റുപോവുകയാണ്. ഇതുകൊണ്ടാണ് ആലങ്കാരികമായി ഈ ആശയം ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ വിശദീകരണങ്ങളിൽ അങ്ങനെ കാണുന്നില്ല. അറിയുക എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അത് തെറ്റായ അർത്ഥമാണെങ്കിലും അങ്ങനെയല്ലാതെ അത് അവതരിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അല എന്ന് പറഞ്ഞാൽ ഹലോ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഹലോ അറബിയിലെ ഹലോ എന്ന് പറയും, ഇംഗ്ലീഷിലാകുമ്പോൾ ഹലോ എന്ന് പറയും, അറബിയിലാകുമ്പോൾ അല അറിയും. ഫോണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ലത് അതായിരിക്കും. അല എന്നൊരു അക്ഷരമാണ്, ഹർഫാണ്, ഇസ്മല്ല. അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഫിഇലായി മാറും, അല്ലെങ്കിൽ ഇസ്മു ഫിഇലായി മാറും. ഉണർത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫിഇലായി മാറും. ഉസ്താദേ ഒരു അർത്ഥം അങ്ങനെയല്ലേ, ഫീലിന്റെ അർത്ഥത്തിനാകുമ്പോൾ ഇസ്മു ഫീൽ അല്ലെങ്കിലും ആവൂല, ചുരുങ്ങിയത് അല്ലെങ്കിൽ ഫീലാവും. അപ്പൊ ഉനബ്ബിഹു എന്ന അർത്ഥം കൊടുത്തവരുണ്ട്. അതുപോലെ തന്നെ മറ്റു പല അർത്ഥങ്ങളും കൊടുത്തവരുണ്ട്. അവർ ഉദ്ദേശാർത്ഥം പറഞ്ഞതാണ്. അല എന്ന് പറഞ്ഞാൽ അതിന്റെ പരിഭാഷ പറഞ്ഞ് നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റിയത് നമ്മൾ പറയുന്ന ഫോണൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ പറയലുള്ളൂ. ഹലോ ഈ അലോ എന്നതാണ് അതിന്റെ പരിഭാഷ. അല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ നല്ലത് അറബിയല്ല. എന്ന് ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ ഐക്യം കാണിക്കേണ്ടത് ആരോടാണ്? അറബി ഭാഷയാണ് ഏറ്റവും നല്ലത്, മുത്തുനബിയുടെ ഭാഷ. അങ്ങനെ സംസാരിക്കുന്ന ആകെ ഞാൻ കേട്ടുകണത് ചാലി അബൂബക്കർ മുസ്ലിയാരെ മാത്രമാണ്. അല എന്നെ ഉപരി പറയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പറയില്ല, അല്ലെങ്കിൽ അല എന്ന് പറയും. ഞാൻ അതിൻ്റെ ആളാണ്. നിങ്ങൾ
എൻ്റെ സംസാരം എപ്പോഴെങ്കിലും ഫോൺ ചെല്ലി കേൾക്കുമ്പോൾ നോക്കിയോണ്ടി അല എന്നാണോ പറഞ്ഞത്, അല്ല അലോ എന്നാണോ പറഞ്ഞത്. അലോൻ്റെ ശത്രു ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഒരു ഇസ്രായേലിൻ്റെ അവലംബമായ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഭാഷയ്ക്ക് എതിരാളിയൊന്നുമല്ല. ഭാഷയെല്ലാം കണക്കാണ്. ഭാഷ നിരപരാധിയാണ്. അതൊരു സ്വതന്ത്ര റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന സാധനമാണ്. അപ്പോ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ നബിദിനം നടത്തണമെന്ന് ഇന്ന് ഖത്തീബ് സാഹിബ് പ്രസംഗിച്ചല്ലോ. അതുപോലുള്ള ആ ശൈലിയും തന്നെ കഴിവതും അറബിയിലേക്ക് അറബി ഭാഷയിലായാൽ അല്ലെങ്കിൽ നമ്മളെ മാതൃഭാഷയായ മലയാളത്തിലായാൽ എന്താ പ്രശ്നം? ഇത് ഏത് മാമാർക്കും അലോ ബാക്കി മലയാളം എല്ലാവർക്കും അറിയുന്ന ഇംഗ്ലീഷ് വേർഡ് ഏതാന്ന് ചോദിച്ചാൽ അലോ അല അറിയുക. നമ്മളിപ്പോ ആദ്യം തന്നെ നീ എപ്പോഴേ വന്നത്? ഒരാളിങ്ങനെ പോകുമ്പോ നീ എങ്ങോട്ടാ പോണത് എന്ന് ചോദിച്ചു അയാൾ. നീ എങ്ങോട്ടാ പോണത്? ഒരു രണ്ടേട്ടം പറയണ്ടേ? അന്ന് ആദ്യം തന്നെ ഹലോ എന്ന് പറഞ്ഞിട്ട് നീ എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ പിന്നെ രണ്ടേട്ടം പറയണം. ഇതിനാണ് സംസാരം കൊണ്ട് തന്നെ വിഷയം തുടങ്ങാതെ അയാളെ ശ്രദ്ധിപ്പിച്ചിട്ട് വിഷയം തുടങ്ങുന്നു. ഖുർആൻ ശൈലിയാണ്. നിങ്ങൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആദ്യം കണ്ടില്ല, അതൊരു സംസാര ശൈലി അല്ലാതെ അക്ഷരങ്ങൾ എടുത്തു പറയാം. അലിഫ് ലാം മീം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് എന്താ വിഷയം? ഈ അക്ഷര കസർത്ത് കേൾക്കണോ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ആദ്യം തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി പിന്നെയും പറയണ്ടേ? അപ്പോൾ വിളിച്ചുണർത്താൻ വേണ്ടി ചില ഗൗരവമുള്ള കാര്യങ്ങളിൽ അല്ലാഹു തആല ഉപയോഗിച്ച അക്ഷരങ്ങൾ, അതിന് പല സിറുകളും ഉണ്ട്. അതിൽ ഒരു സിറാണ് ഞാൻ പറഞ്ഞത്. ഇമാം ബൈലാവി ഒക്കെ പറഞ്ഞ സിറാണ്. മറ്റു ഇമാമിയങ്ങളും തബരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റു കുറേ സിറുകൾ അതിന് പിന്നിലുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കടക്കാൻ തയ്യാറില്ല. ഒരു വിഷയം പറയാൻ ആദ്യം അയാളെ ഉണർത്തിയിട്ട് പറയുമ്പോൾ അയാൾ പിന്നെ ആദ്യം അയാൾ അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ അയാൾ ആവശ്യമാക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. പിന്നെ ഒന്നും കൂടി പറയണം. അപ്പൊ ആശയം പറയുന്ന മുമ്പ് ഉണർത്തുക. ഇതാണ് അല. അശ്രദ്ധരാകാൻ സാധ്യതയുള്ളവരെ ഉണർത്തുക, അതിനാണ് അല. അപ്പൊ ഈ അലയുടെ ശേഷമുള്ള വിഷയം വളരെ ഗൗരവമുള്ള, വളരെ പോയിന്റുള്ള വിഷയമായിരിക്കും. അശ്രദ്ധരാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്ന വാക്ക് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇങ്ങനത്തെ ഗൗരവമുള്ള വിഷയങ്ങൾ മാത്രമേ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അല കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുത്തുനബിയും അതിനൊത്ത് തുടർന്ന് സംസാരിക്കുന്നവരാണ്. അതിനൊത്താണ് മഹാന്മാരുടെ പ്രയോഗവും കാണുക. എല്ലായിടത്തും അല കാണൂല. അപ്പോ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി മഖ്ദൂം തങ്ങളല്ലേ അമിതമായ ബലാഗത്തിന്റെ ഉടമയാണ് മഖ്ദൂം. അതുകൊണ്ട് തന്നെ അവർ വളരെ ഗൗരവമുള്ള വിഷയം പറയുന്ന സന്ദർഭത്തിൽ ആദ്യമായി സദസ്യരെ വിളിച്ചുണർത്തുന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് ഏതാ? അലോ അലാ ശ്രദ്ധിക്കുക. ഹുവ ആരാണ്? മുത്തുനബി അറിയാമോ? അല്ലദീ ഒരു വലിയ മഹാനാണ്. തവസ്സല ബിഹി ആദം നബി അലൈഹിസ്സലാം അവരെ കൊണ്ട് തവസ്സുലാക്കിയിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കിയവരാണ്. ആദം നബി അലൈഹിസ്സലാം വഹുവ അബാക അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു. പിന്നെ എന്തല്ലതി എന്തെല്ലാക്കുന്നു
من زلة أنت الذي لما توسل آدم من زلة من زلة من زلة من അതെ അതെ من زلة من زلة എനിക്ക് കാണാതെ അറിയുന്ന ബെയ്ത്താണ്. ഇവിടെ എത്തി നോക്കുമ്പോ അത് ശരിയാണില്ല. മുസ്തഫയിലേക്ക് നല്ല അറിയും. മുസ്തഫയിലേർ ഉസ്താദ്, സത്താറുലിയർ ഉസ്താദ്, ഞങ്ങളെ ഉസ്താദ് ബാബു ഉസ്താദ്, അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. അവർ അതിന് തഖ്മീസ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ആ വിഷയവും പറഞ്ഞിട്ടുണ്ട്. അന്തല്ലദീ സംദമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക من زلة അതെ അതെ ഫാസ വഹുവ അബാക. അബ എന്ന് പ്രയോഗം ഉണ്ടല്ലോ, എല്ലാ നേരത്തും അലിഫ് കൊണ്ട് ഉപയോഗിക്കുന്ന പ്രയോഗക്കാര് ബേജാറാണ്ടല്ലോ. അങ്ങനത്തെ പ്രയോഗം ഉണ്ടാവും. അബൂ ഹനീഫ ഇമാമിന് എല്ലാ ഭാഷയും അറിയും. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബലാഗത്തുള്ളവരായിരുന്നു അവർ. അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ആദം നബി അലൈഹിസ്സലാം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട്. അന്ത നബിയെ തങ്ങൾ ലമ്മാ തവസ്സല ആദമു, ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കിയപ്പോൾ, ഇടയാളനാക്കിയപ്പോൾ, ഫാസ ആദം നബി അലൈഹിസ്സലാം വിജയിച്ചിരിക്കുന്നു. ബിക തങ്ങളെ കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ആ ഇടയാളനാക്കിയതിന് ഉത്തരം കിട്ടി. ആരാണ് ആദം നബി എന്നത്? മുത്തുനബിന്റെ മകനല്ല, വഹുവ അബാക, മുത്തുനബിന്റെ ഉപ്പയാണ്. ആ ഉപ്പക്ക് വരെ അള്ളാഹുവിന്റെ അരികിൽ ഫൗസ് ലഭിക്കാനുള്ള കാരണം തങ്ങളാണ് നബിയെ എന്ന് അബൂ ഹനീഫ ഇമാം കൂഫയിൽ നിന്ന് ചൊല്ലിയ ഖസീദയുമായി അബൂ ഹനീഫ ഇമാം നടന്നു നീങ്ങുന്നു മദീനയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഹദിയകൾ കൊണ്ടുപോകാൻ പലരും സ്വലാത്ത് ചൊല്ലിപ്പിക്കാറുണ്ട്. പലരും മുത്തുനബിന്റെ മദ്ഹിന്റെ വരികൾ ചൊല്ലിക്കൊണ്ടു പോകാറുണ്ട്. ചിലർ ബുർദകൾ ചൊല്ലാറുണ്ട്. എല്ലാം നല്ലത് തന്നെ. മുത്തുനബിന്റെ ഹദ്റത്തിലേക്ക് പോകുമ്പോൾ ആ ഖസീദയുമായി കൂഫയിൽ നിന്ന് നടന്നു നീങ്ങി സുബഹിയോടടുത്ത ടൈമിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം മദീനയിലെത്തി. ഒട്ടകയാത്രയിലൂടെ എത്തിയതായ അബൂ ഹനീഫ മദീന സൂറ് കടന്ന് മുത്തുനബിന്റെ പള്ളിന്റെ അരികിലേക്ക് ഭയത്തോടുകൂടെ നടന്നു നീങ്ങുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആ മഅ്ദനത്തിൽ മുനാരത്തിൽ നിന്ന് നല്ല ഖസീദ ചൊല്ലുകയാണ്. സുബഹിന്റെ മുമ്പ്, ബാങ്ക് കൊടുക്കണ മുമ്പ് മുത്തുനബിന്റെ മദ്ഹ് ചെല്ലുന്ന സ്വഭാവം മദീനയിലുള്ളതായി, മുത്തുനബിന്റെ മദ്ഹ് ചെല്ലുന്നത് മദീനയിലുള്ളതായി. മദീനയിൽ നടക്കുന്ന മൗലിദുകളെ 12 മൗലിദ് സംസാരിക്കുന്ന കിതാബിൽ കാണാം. രാത്രിയിലാണത്. ആർക്കും അതുകൊണ്ട് ശല്യമില്ല. ശല്യം തോന്നുന്നവരുടെ കൽബ് ശരിയുമല്ല. അമുസ്ലിമീങ്ങൾക്ക് ശല്യമില്ല, സന്തോഷമാണ്. അവർ വീട്ടിന്റെ അകത്ത് ചെന്ന് പാടുന്നില്ല. ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് ശല്യമുള്ളവരുണ്ട്, ഇഖാമത്ത് വിളിക്കുന്നതുകൊണ്ട് ശല്യമുള്ളവരുണ്ട്. അങ്ങനെ ശല്യമില്ല. അങ്ങനെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുത്തുനബിന്റെ മദ്ഹിനെ സംബന്ധിച്ച് പറയുന്നത് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യന് പാടില്ലാത്ത വാക്കാണ്. സഹോദരങ്ങളെ, മസ്അല പറഞ്ഞുകൊണ്ട് അദബുകേട് സമ്പാദിക്കരുത്. മസ്അല പറയുമ്പോൾ പറയണം, ശരി തന്നെ. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യരുത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം പറയുന്നത് മുഹമ്മദിയയുടെ വിശദീകരണത്തിൽ കാണാം. ഞാൻ ആ മഅ്ദനത്തിന്റെ അടുത്ത് ചെന്ന് നിന്നു. മദീനയിലെ ഒരു മുനാരത്തിന്റെ മുകളിൽ നിന്നാണ് ബാങ്ക് കൊടുക്കാറുള്ളത്. സ്പീക്കർ വന്നതിന് ശേഷമാണ് അടിയിലേക്ക് ഇറങ്ങിയത്. മഅ്ദനത്തിന്റെ മുകളിൽ കയറി നിന്ന്
അഥവാ മുനാരത്തിന് മുകളിൽ കയറി നിന്നിട്ടാണ് ബാങ്ക് കൊടുക്കൽ. അത് ഇന്നും സുന്നത്താണ്. സ്പീക്കർ ഉണ്ടെങ്കിലും മുകളിലാവൽ സുന്നത്താണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എടുക്കാൻ ആളുണ്ടാവില്ല. അസമൂലിയർ പാപ്പ ചെമ്മങ്കടത്ത് ദർശെടുത്തുമ്പോ കെ അസമൂലിയർ പാപ്പ ദർശെടുത്തുമ്പോ വൈലത്തൂർ ഉസ്താദ് പറയാണ്, ഞാൻ കാണാൻ ചെന്നപ്പോ സ്പീക്കർ ഉള്ളത് തട്ടിന്റെ മുകളിലാണ്. ഞാൻ ചോദിച്ചു, എന്തേ സ്പീക്കർ തട്ടിന്റെ മുകളിലേക്ക് കൊണ്ടുപോയത്? അടിയിൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? ബാങ്ക് ഉയർന്ന സ്ഥലത്ത് നാവൽ സുന്നത്തില്ലേ, സ്പീക്കർ കൊണ്ട് ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. ഇതാ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ട കൗമായി മാറി നാം. ഇത് എല്ലാ കിതാബിലും പറഞ്ഞ ഉയർന്ന സ്ഥലത്ത് നിന്നാകണം, ഉയർന്ന സ്ഥലത്ത് നിന്നാണ്. എല്ലാ ശബ്ദമുയർത്തണം എന്നുള്ളത് വേറൊരു സുന്നത്താണ്. അത് ഒരു പക്ഷേ സ്പീക്കർ കൊണ്ട് കിട്ടുമായിരിക്കും, എന്നാൽ ഉയർന്ന സ്ഥലം കിട്ടൂല. അതുകൊണ്ടാണ് മഹ്ദനത്ത് പഴയ കാലത്ത് ബാങ്ക് കൊടുക്കുന്ന സ്ഥലം എന്ന് അതിന്റെ അർത്ഥം തന്നെ. മഹ്ദനത്ത് ലൈറ്റ് വെക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിന് മനാർ എന്നും പറയും. മലയാളത്തിൽ മുനാരെന്നും പറയും, മലയാളത്തിലായിരിക്കും. അതിൽ നിന്നിങ്ങനെ ഈ ഖസീദ കേൾക്കുകയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ ഖസീദ, അനതാമിയും ഫിൽ ജൂദി മിൻക വലം യകുൻ ലിഅബി ഹനീഫത ലിൽ അനാമി സിവാക. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം അന്താളിച്ചു പോയി. എവിടുന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയ പാട്ടാണല്ലോ. കൂഫയിൽ വെച്ചുണ്ടാക്കി, ആരും അറിയാതെ, രണ്ട് മലക്കുകളും അല്ലാഹുവും അല്ലാതെ ആരും അറിയാതെ ഞാൻ എഴുതിയ ഖസീദ എങ്ങനെയാണ് ഇവിടെ മഹ്ദനത്തിൽ ചെല്ലുന്നത്? മഹ്ദനത്തിൽ അത് ചൊല്ലി, അതിനു ശേഷം മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ച ശേഷം അദ്ദേഹം ഇറങ്ങി വരുന്നു. മഹ്ദനത്തിൽ വെച്ച് ചൊല്ലിയാൽ ആളുകൾ ജവാബ് ചെല്ലും, കൂടി ചെല്ലും. അതുകൊണ്ട് തന്നെ ആളുകൾ ജവാബ് ചെല്ലും. അതിനാണ് ഉയർന്ന സ്ഥലത്ത് നിന്ന് ചെല്ലുന്നത്. ഇത് കേട്ട് ഇത് മുഴുവനും ചൊല്ലിക്കഴിഞ്ഞ് മുഅദ്ദിൻ ബാങ്ക് വിളിച്ചിറങ്ങിയപ്പോൾ ഞാൻ മുഅദ്ദിനിന്റെ അരികിൽ ചെന്നിട്ട്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾക്ക് ലിമൻ ഹാദിഹിൽ ഖസീദ, ആർക്കുള്ളതാണ് ഈ ഖസീദ എന്ന് ചോദിച്ചു. അബൂ ഹനീഫ ഇമാമിന്റെ കയ്യിൽ ആ ഖസീദയുണ്ട്, ലോകത്താരും അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ എഴുതിയ നീണ്ട ഖസീദയുണ്ട്. ഖസീദത്തു നുഅ്മാനിയ എന്നാണ് അതിന്റെ പേര്. നുഅ്മാൻ എന്നത് അബൂ ഹനീഫ തങ്ങളുടെ പേരാണ്. അബൂ ഹനീഫ ഇമാം ചോദിക്കുന്നു, ലിമൻ ഹാദിഹിൽ ഖസീദ, ആരുടെ ഖസീദയാണിത്? 3-4 കിതാബുകളിൽ ഈ ചരിത്രം കാണാം. قال لأبي حنيفة الكوفي, അബൂ ഹനീഫത്തുൽ കൂഫി, കൂഫക്കാരനായ അബൂ ഹനീഫ തങ്ങൾക്കുള്ളതാണ്. ഫഖാല, അബൂ ഹനീഫ ഇമാം പറയുന്നു, ഫഖുൽതു, ഞാൻ ചോദിച്ചു, അറഅയ്ത അബൂ ഹനീഫത, അബൂ ഹനീഫയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖാല, അപ്പോൾ അദ്ദേഹം പറയുന്നു, മാ റായിതു, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഖസീദ കിട്ടിയത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ എനിക്ക് ചൊല്ലി തന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ മുഹിബ്ബായ അബൂ ഹനീഫ ചൊല്ലിയ ഖസീദയാണ്. ഒരു പാട്ട് മുത്തുനബിനെ പറ്റി ഒരു പ്രസംഗം, ഒരു പാട്ട്, ഒരു മൗലിദ് നടത്തുന്ന മുമ്പ് മദീനയിൽ അതറിയും. നമ്മളാണ്ടെത്തുന്ന മുമ്പ് അവിടെ അറിയും. അതാണ് റസൂലുള്ളാഹി പറയുകയും എനിക്ക് ചൊല്ലിത്തരികയും ചെയ്തു. മുത്തുനബി ചൊല്ലിത്തന്നാൽ അത് കാണാതെ പഠിയുന്നത് സ്വഭാവമാണല്ലോ, അവിടുത്തെ മുഅ്ജിസത്താണല്ലോ അത്. അതുകൊണ്ട് തന്നെ അത് കാണാതെ അദ്ദേഹം ചൊല്ലി. അതിലെ വരിയാണ്, അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു ചൊല്ലി മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. ആ ഖസീദയിൽ അബൂ ഹനീഫ ഈ കാര്യം പറയുന്നുണ്ട്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത, അതും ബിസ്നാദിൻ സഹീഹ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് ഹാക്കിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മറ്റു പലരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഹാക്കിം സഹീഹ് ആക്കിയിരിക്കുന്നു എന്നെല്ലാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നതായി കാണാം. എത്രയോ ഇമാമികൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഈ ഹദീസിനെ
അവിടുത്തെ ദുർറുൽ മൻസൂർ ബിൽ തഫ്സീർ ബിൽ മഅ്സൂർ എന്ന് പറയുന്ന ഇന്ന് 6 വാള്യം 7 വാള്യത്തിൽ ഇറങ്ങുന്ന തഫ്സീർ കിതാബ്, ആ കിതാബിൽ ഹദീസ് കൊണ്ട് വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്നതായി പറയുന്ന കിതാബാണ്. 2-3 രൂപത്തിലുണ്ടല്ലോ ഖുർആന്റെ വിശദീകരണം. ഇത് മഅ്സൂറായ വിശദീകരണത്തിൽ ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ, ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ചില കലിമത്തുകൾ പഠിച്ചു, അല്ലാഹു പഠിപ്പിച്ചു എന്ന ആയത്തിന്റെ തഫ്സീറിൽ ആദ്യം കൊടുത്ത തഫ്സീർ ഈ സംഭവമാണ്. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ് എന്നതാണ് ഉദ്ധരിച്ചത്. ആദ്യത്തെ തഫ്സീർ അതാണ്. ഒരു ദുആ ഒന്നുമല്ല ദ്വാരന്നിട്ടുള്ളത്, കുറെ ദ്വാരന്നിട്ടുണ്ട്. ആ ദ്വാകളൊക്കെ കൈമത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതിന്റെ ഉള്ളിൽ നബി തങ്ങൾ കിടക്കുന്നുണ്ട്. വതർഹംനന്റെ ഉള്ളിൽ അതിരിക്കട്ടെ. ഇത് തുറന്ന് ബിഹഖി മുഹമ്മദിൻ, നബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വീകരിച്ചു. ആ സംഭവമാണ് ഈ പറയുന്നത്. ഹദീസിൽ വന്നതാണ്, സ്വഹീഹ് ഹദീസാണ്. പ്രത്യേകം ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആ മനുഷ്യൻ വരെ ഈ ഹദീസ് സ്വഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. വഹാബികളുടെ നേതാവിന്റെ പേരാണ് ഇബ്നു തൈമിയ. അത് നിങ്ങൾ കേട്ട അപ്പം മനസ്സിലാക്കണം. വഹാബിന്റെ നേതാവ്. അലാഹു വല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കിയവരാണ് മുത്തുനബി. അപ്പോൾ അവിടുത്തെ സ്ഥാനം എത്ര വലുതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട്, അവിടുത്തെ ഹക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തോടുള്ള സ്ഥാനം കൊണ്ട് അല്ലാഹുവിലേക്ക്, അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു തആല ഫഖദ് ഗഫർതു ലക, നിങ്ങൾ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എന്നെ പടച്ച അർശിന്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ദുആ ചെയ്തത്. മുഹമ്മദ് നബിയെ അറിയാത്തത് കൊണ്ടല്ല, സ്റ്റേജ് അത്രയും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. പുതിയ അറിവല്ല, ഈ സ്റ്റേജിന്റെ അറിവ് പുതിയതാണ്. തങ്ങളറിവ് അതിന്റെ മുമ്പേ ആദം നബി അലൈഹി ഇസ്ലാമിനെ അറിയാം. തങ്ങളുടെ സ്റ്റേജ് അത്രയും വലിയതാണെന്ന് അർഷിന്റെ വാതിലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, അർഷിന്റെ തൂണിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഉടനെ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് വഹി അറിയിച്ചൊരു വിഷയമുണ്ട്. ലൗലാക മാ ഖലഖതുക, ആ മുഹമ്മദ് നബി ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കുമായിരുന്നില്ല. ഒരു ഹദീസിൽ കാണാം, ലൗലാക മാ ഖലഖതു ശംസൻ വലാ ഖമറൻ വലാ ഫലകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് കാണാം. മിനഹുൽ മക്കിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്നു ഹജർ തങ്ങൾ. വഖദ് സ്വഹ, ഹദീസ് സ്വഹീഹായ ഹദീസാണെന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അത് ലഈഫല്ല. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക് എന്നൊരു ഹദീസ് പ്രസിദ്ധമാണ്. ആ ഹദീസ് ഈ ഹദീസിന്റെ ആശയമാണ്. ഹദീസിനെ അതിന്റെ മായന കൊണ്ട്, ആശയം കൊണ്ട് ഉദ്ധരിക്കാൻ പറ്റുമെന്ന മദ്ഹബ് പ്രകാരം ആ ഹദീസും ലഫ്ളും സഹിയാണ്. അതല്ല ലഫ്ളും മൗളൂആണെന്നും മായന അത് സഹിയാണെന്ന് പറഞ്ഞവരും ഉണ്ട്. എന്താണ് തൻവീറുൽ അഹ്ലാഖ് ഫി ഹദീസ് ലൗലാഖ് എന്ന് പറഞ്ഞൊരു കിതാബ് തന്നെ ഇമാമിയങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ സൂര്യനെ പടക്കില്ല, ചന്ദ്രനെ പടക്കില്ല, ഒന്നിനെയും പടക്കില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. ഖുദ്സിയായ ഹദീസ്. ആരോട് പറഞ്ഞതാ?
മഹാനായ ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതാണ്, ലൗലാകമാ ഖലഖതു ശംസൻ വലാ ഖമറൻ വലാ ശംസൻ വലാ ഫലകൻ എന്ന ഹദീസ് സ്വഹീഹ ഹദീസാണ് ഇബ്നു റഹീതമി തങ്ങൾ പറയുന്നു. ഇതൊക്കെ അങ്ങ് മൗലൂഇന്റെ കൊട്ടയിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നവരാണ് ബിദ്അഈ പ്രസ്ഥാനക്കാർ. അവരെവിടെ കാരെറിഞ്ഞാലും നമുക്ക് യാതൊരു നഷ്ടവുമില്ല. വഫ്തഖറ ബികൗനിഹി വാലിദ, ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കിയെന്ന് മാത്രമല്ല, വഫ്തഖറ ആദം നബി അലൈഹിസ്സലാം ഫഖറുടേവരായി, പവർ ഉള്ളവരായി, ബികൗനിഹി മുത്തുനബി ആവലുകൊണ്ട്, വാലിദ ബികൗനിഹി ആദം നബി ആവലുകൊണ്ട്, വാലിദൻ ലഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയായി എന്നതുകൊണ്ട് വലിയ പവറുള്ളവരായി. മുത്തുനബിന്റെ ഉപ്പയായി എന്ന പവർ ആദം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട്, അല്ലെങ്കിൽ ഫഖർ അവരുടെ മനസ്സിൽ അതൊരു വലിയ അനുഗ്രഹമായി കണ്ടു. മുത്തുനബിന്റെ ഉപ്പയാണല്ലോ ഞാൻ, ശരീരം കൊണ്ടാണ് ഉപ്പട്ടോ, റൂഹ് കൊണ്ട് മുത്തുനബി അങ്ങോട്ട് ഉപ്പയാണ്. റൂഹിൽ മുത്തുനബിയുടെ നൂറിൽ നിന്നാണ് എല്ലാവരെയും പടക്കപ്പെട്ടത്. ഞാൻ പറയുന്നത്, ഈ പറയുന്നത് ശരീരം കൊണ്ടാണ് ഉപ്പയാകുന്നത്. റൂഹ് കൊണ്ട് മുത്തുനബി ആദം നബി അലൈഹി ഇസ്ലാമിന് തിരിച്ചാണ്. റൂഹ് മുത്തുനബിയുടെ റൂഹിൽ നിന്നാണ്, മുത്തുനബിയുടെ നൂറിൽ നിന്നാണ് ആദം നബി അടക്കമുള്ള എല്ലാ സൃഷ്ടികളെയും പടക്കപ്പെട്ടത് എന്ന് സഹീഹ ഹദീസ് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ, സഹീഹായ ഹദീസാണത്. വഹാബികളെ തള്ളിക്കളയും. ഇമാം അബൂബക്കർ അബ്ദുർ റസാഖ് അൽ അസ്സനാനി എന്നവർ അവരുടെ മുസന്നഫ് എന്ന് പറയുന്ന കിതാബിൽ, ജാമിഉൽ കബീർ വലിയ ഹദീസിന്റെ കിതാബാണത്, അതിൽ ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെ അബ്ദുർ റസാഖ് തങ്ങൾ തന്നെ ആരിച്ചിട്ടാ മനസ്സിലാക്കിയത്? നിങ്ങള് വഹാബി ആരാന്നാ മനസ്സിലാക്കിയത്? അബ്ദുർ റസാഖ് തങ്ങൾ ഇമാം മുസ്ലിം തങ്ങളുടെ ഉസ്താദായ, ബുഖാരി ഇമാമിന്റെ ഉസ്താദായ, അഹ്മദ് ലംബന്റെ ഉസ്താദായ മഹാനാണ് ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ. ബുഖാരി ജനിക്കുന്നത് 194-ലാണ്. അബ്ദുർ റസാഖ് തങ്ങൾ ജനിക്കുന്നത് 122-ലോ 24-ലോ ആണ് ഹിജ്റ. ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ഇമാം ബുഖാരിയുടെ ഇമാം മുസ്ലിമിന്റെ ഉസ്താദ് ബുഖാരി ഇമാം, ബുഖാരി ഇമാമിന്റെ ഉസ്താദ് അഹ്മദ് ബിൻ ഹംബൽ, അവരുടെയും ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റസാഖ് തങ്ങൾ. അപ്പൊ എത്ര മുകളിലാണ് അവരുള്ളത്? വളരെ ചീപ്പായി അവതരിപ്പിക്കുന്നവരാണ് വഹാബികൾ. അവരെന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആരത്തോട്ടാ? അബ്ദുർ റസാഖ് തങ്ങൾ പറയുന്നു, എന്നോട് മഅ്മർ തങ്ങൾ പറയുന്നു, അൻ മഅ്മർ. ബുഖാരിയിൽ 1-ാമത്തെ ബാബിൽ തന്നെ ഒന്നാളാണ് മഅ്മർ. ഖാല മഅ്മർ വയൂനുസ് ബവാദിറുഹു. മഅ്മർ തങ്ങൾ വലിയ മുഹദ്ദിസായിരുന്നു, ആരടിയിലും തർക്കിക്കപ്പെടാത്ത ആളായിരുന്നു. അത് അബ്ദുർ റസാഖ് തങ്ങളുടെ ഉസ്താദാണ്. മഅ്മർ തങ്ങൾ പറയുന്നു, എന്നോട് മുഹമ്മദ് ബിൻ മുൻകദിർ എന്നവർ പറഞ്ഞു, ബുഖാരിയിൽ 30 വട്ടവും മുസ്ലിമിന് 34 വട്ടവും വന്നവരാണെന്നാണ് എൻ്റെ ഓർമ്മ. ആര്? മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ. ആരാലും തർക്കിക്കപ്പെടാത്ത ആളാണ്. അവര് പറയുന്നു, എന്നോട് ജാബിർ തങ്ങൾ പറഞ്ഞു. നോക്കി നിങ്ങൾ, എൻ്റെ അടിയിൽ ആളില്ല. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, ആദ്യം സൃഷ്ടിച്ചത് ആരാണ്? അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ. ഈ ഹദീസ് സ്വഹീഹ ഹദീസ്, അല്ലെങ്കിൽ ദുനിയാവിൽ സ്വഹീഹ ഹദീസ് ഉണ്ടാവില്ല. ഇതിനെയാണ് ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നത്. മഅ്മർ ഇബ്നു മുൻകദിർ, ജാബിർ. എൻ്റെ ഓർമ്മ പറഞ്ഞതാണ്, ഇനി ആരും വിട്ടുപോയെന്നറിയില്ല.
വഫ്തഖറ ബികൗനിഹി വാലിദ. ആദം നബി അലൈഹിസ്സലാം ഉപ്പയായതുകൊണ്ട് വലിയ ഫഖറുള്ളവരായി, അല്ലെങ്കിൽ വലിയ അനുഗ്രഹം കണ്ടവരായി. അതെനിക്കത് വലിയൊരു അനുഗ്രഹമായി കണ്ടു. ഇങ്ങനത്തെ ഒരു മകനുണ്ടല്ലോ. ഇത്ര സന്തോഷം വേറെ ആരൊക്കെ ഉണ്ടാകാം? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്തോഷം, മുത്തുനബിയെ കൊണ്ടുള്ള സന്തോഷം ദുനിയാവിൽ ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഹവ്വാ റളിയല്ലാഹു അൻഹു ആദം നബിക്കുള്ള സന്തോഷം. ഉസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം ആദം നബിയെ കൊണ്ട് സഹായമാക്കി. ആ സഹായമാക്കിയ ഹദീസ് തൊട്ടരികിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇസ്തിഗാസയും തവസ്സുലും രണ്ടാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. തവസ്സുൽ എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹിനോട് പറയുകയാണ്, ഒരു മഹാന്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്റെ ഹക്ക് കൊണ്ട് എന്ന് നമ്മൾ അള്ളാഹിനോട് പറയുകയാണ്. ഇസ്തിഗാസ അങ്ങനല്ല. നമ്മൾ അതിൽ ഇടപെടുന്നില്ല. നമ്മളെ ക്വാളിഫിക്കേഷൻ അതിലില്ല, നമ്മുടെ മഹത്വം അതിലില്ല. നമ്മുടെ ആരായിരുന്നാലും ശരി, നമ്മളൊരു മഹാനോട് പറയുകയാണ്, ആ മഹാൻ അള്ളാഹിനോട് പറയുകയാണ്. ഇത് രണ്ട് ലോകത്താണ്, രണ്ട് ലോകത്താണ്. ഇസ്തിഗാസയും തവസ്സുലും ഒന്നായി പറയരുത്. അത് ആസിലിൽ, ടോട്ടലിൽ ഒന്ന് എന്നല്ലാതെ. ഇസ്തിഗാസ എന്ന് പറയുന്നത് മറ്റൊന്നാണ്, തവസ്സുൽ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഏലാഞ്ചി എന്തൊരു സാധനല്ലേ ഭക്ഷണത്തിൽ തിന്നണേ? അത് മൈദോണ്ടല്ല ഉണ്ടാക്കല്. ഏലാഞ്ചിയും പൊറാട്ടിയും ഒന്നാണെന്ന് പറഞ്ഞ മാതിരിയാണ്. രണ്ടും മൈദോണ്ട ഉണ്ടാക്കല് എന്നർത്ഥം. എന്നല്ലാതെ രണ്ട് സാധനമാണ് അഭിയന്മാരെ. പൊറാട്ടിനെ പറ്റി അറിഞ്ഞവർക്ക് അറിയാം, ഏലാഞ്ചിനെ പറ്റി അറിഞ്ഞവർക്ക് അറിയാം. ഏലാഞ്ചി തന്നെയല്ലേ പറയല് അല്ലേ? ആ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആ വാതിലും ഈ ജനവാതിലും ഒന്നാണെന്നാണ്. രണ്ടും തേക്കിൻ്റെതാണെന്നാ. രണ്ട് സാധനമാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരോട് നമ്മുടെ സങ്കടം പറഞ്ഞ് അത് വാങ്ങിത്തരാൻ ആവശ്യപ്പെടുക. ഇതാണ് തവസ്സുൽ. അതല്ല, നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്, ഇന്നാളുടെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണേ. അതിൽ നമ്മളെ ക്വാളിഫിക്കേഷനും കൂടി കടക്കേണ്ടി വരും, എന്നാലേ അതിന് ഉത്തരം കിട്ടുള്ളൂ. മറ്റതങ്ങനെയല്ല. ആ ചോദിക്കപ്പെടുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ മതി. നബിയെ എൻ്റെ കാര്യത്തിൽ അള്ളാഹിനോട് പറയണം, ഇതാണ് ഇസ്തിഗാസ. മൊയ്തീൻ ഷെയ്ഖ് എൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് പറയണം, ഇതാണ് ഇസ്തിഗാസ. മൊയ്തീൻ ഷെയ്ഖിന്റെ അക്കൗണ്ട് എനിക്ക് പുറത്തു തരണേ, മുത്തുനബിന്റെ അക്കൗണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് പറയലാണ് തവസ്സുൽ. അത് രണ്ട് ലോകത്താണ്. രണ്ടും സുന്നത്താണ്. ഒന്നിന് ഒരു താഴ്മക്കുറവോ ഒരു നല്ല ശൈലിയോ അതുപോ ഒന്നുമില്ല. രണ്ടും അദബാണ്, സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലം മുതലേ ചെയ്തു പോന്നതും മുത്തുനബി ചെയ്യിപ്പിച്ചതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യിപ്പിച്ച കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, പല മഹാന്മാരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഹസ്നുൽ ഹസീലിൽ കാണാം. അതുപോലെ തന്നെ അദ്കാറിൽ ഇമാം നവവി തങ്ങൾ കൊടുത്തത് കാണാം, ഈളാഹിൽ നവവി തങ്ങൾ കൊടുത്തത് കാണാം, പല കിതാബിലും കാണാം. അവരൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദം ഫലതത് ദാബത്തു അഹദികും ബിഅർളിൻ ഫലാത്. സഹായിക്കാൻ ആരുമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ, നിങ്ങളുടെ വാഹനം ഒട്ടകം നിങ്ങളെ തൊട്ട് ഇടഞ്ഞ് ഓടാൻ തുടങ്ങിയാൽ, ഫല്യുനാദി, അവൻ വിളിച്ചു കൊള്ളട്ടെ, അവൻ ഇസ്തിഗാസ ചെയ്തു കൊള്ളട്ടെ, അവൻ സഹായം തേടിക്കൊള്ളട്ടെ. യാ ഇബാദല്ലാഹ് ഇഹ്ബിസൂ. മറ്റൊരു റിപ്പോർട്ടിൽ യാ ഇബാദല്ലാഹ് ഐനൂനി, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവേ എന്നല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളെ, ഇഹ്ബിസൂ, എൻ്റെ മൃഗത്തെ തടഞ്ഞു വെക്കണം, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തെ തടഞ്ഞു വെക്കണം. ഇങ്ങനെ പറയണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് പഠിപ്പിച്ചത്. ആ ദുആ പഠിപ്പിച്ചത്. അത് ഒരിക്കലും തന്നെ മുത്തുനബി അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊണ്ട് രക്ഷിക്കണേ എന്നല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളെ രക്ഷിക്കണേ എന്നാ.
ഇത് സുന്നത്താണെന്ന് ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ ഇത് സുന്നത്താണെന്ന് ഇമാം നവവി തങ്ങൾ പറയുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം ചൊല്ലാൻ പറഞ്ഞിട്ട് അത് സുന്നത്താണെന്ന് അയിമ്മത്ത് ഹുക്കുമും പറഞ്ഞിട്ട് പിന്നെ അത് ചെല്ലാൻ പറ്റുമോ? അത് ചെല്ലുന്നത് ഗുണമുണ്ടോ അത് ഉപകാരമാണോ എന്ന് ചിന്തിക്കുന്നതിന് വല്ല തലയുണ്ടോ? ഏതായിരുന്നാലും നബി തങ്ങളെ കൊണ്ട് സഹായമാക്കി നൂഹ് നബി അലൈഹിസ്സലാം സഹായമാക്കി. എവിടെ? ആ വെള്ളപ്രളയത്തിൽ പിന്നെ കപ്പലിൽ ഫനജ. അതുകൊണ്ട് തന്നെ ആ നബി തങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് സഹായമാക്കി എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സഹായം തേടി എന്നും അർത്ഥം പറയാം, രേഖകൾ അനുസരിച്ചാകാം. ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. ഫനജ മിനർറദ, ഫനജ. അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടു. മിനർറദ, ആ വലിയ ഹലാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ തങ്ങൾ, സൈനി ദഹ്ലാനെ സംബന്ധിച്ച് അടുത്ത് ഖലീൽ തങ്ങൾ പാപ്പനാൾ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും ബാവാജിയുടെ വീട്ടിൽ നിന്ന്. സൈനി ദഹ്ലാൻ തങ്ങൾ മക്കയിലെ ഉസ്താദുമാരുടെ എല്ലാം ഉസ്താദായിരുന്നു എന്ന് നമുക്കറിയാം. ഉള്ളാൽ തങ്ങളെ ഷെയ്ഖ് ആരാണെന്ന് ഞാൻ അറിവ് ചോദിച്ചപ്പോ അത് ബാനി ഹസറത്താണെന്ന് പറഞ്ഞപ്പോൾ, ബാനി ഹസറത്ത് ആരുടെ ശിഷ്യനാണെന്ന് ചോദിച്ചപ്പോൾ ബാനി ഹസറത്ത് സൈനി ദഹ്ലാന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞതോടുകൂടെ അറബിക്ക് എന്തൊന്നില്ലാത്ത വല്ലാത്ത ബഹുമാനം ഉള്ളാൾ തങ്ങളോട് കാണിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് സൈനി ദഹ്ലാൻ. ഒരു കാലത്തെ വലിയ മക്കയിലെ മുഫ്തിയും പണ്ഡിതനുമാണ്. അവർ എഴുതിയ കിതാബാണ്, കുറെ കിതാബുണ്ട്. അദുററു സനിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ, ഒരു കിതാബ്, വഹാബികളെ ഗണ്ണിക്കുന്ന ഒരു കിതാബ്. ഖുലാസത്തുൽ കലാം ഫി ഉമറായി മസ്ജിദിൽ ഹറാം എന്ന് പറയുന്ന മറ്റൊരു കിതാബ്. അത് രണ്ടും എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അവരെഴുതിയ കിതാബാണ് സീറത്തു നബവി, അതും ഇവിടെയുണ്ട്. ആ സീറത്തു നബവിയിൽ സൈനി ദഹ്ലാൻ തങ്ങൾ പറയുന്നു സ്വഹഫി അഹാദീസ കസീറ, എത്രയോ ഹദീസുകളിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഫി സുൽബി ഇബ്രാഹിം, അത് ഇബ്രാഹിം നബിന്റെ സുൽബിലായ ഹദീസാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സുൽബിലായ നമുക്ക് പിന്നെ വരും ഇൻഷാ അല്ലാഹ്. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ഞാൻ ഓർക്കാതെ വായിച്ചു പോയത്. ഏതായിരുന്നാലും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ആ വെള്ളപ്രളയത്തിൽ നിന്ന് സമൂഹം രക്ഷപ്പെടാൻ കാരണമെന്ന് എത്രയോ കിതാബുകളിൽ കാണാം. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഫനജ, അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടു. മിനർറദ, ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് കാരണം മുത്തുനബി ആ കപ്പലിൽ ഉണ്ടായി. ആരും മുതുകിലായി, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലായി ഉണ്ടായത് കൊണ്ടാണ്. ഇതിന്റെ ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് മങ്കൂസ് മൗലിദിന്റെ ലാസ്റ്റ് തന്നെ മുസന്നിഫ് തന്നെ മഖ്ദൂം തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം. ആദം നബി അലൈഹിസ്സലാം മുത്തുനബിയെ കൊണ്ട് തവസ്സുലാക്കിയ ആ ഉന്നത സ്ഥാനമുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തവസ്സുലിന്റെ ഹദീസ് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇസ്നാദ് സ്വഹീഹാണെന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഹദീസ് തന്നെ മഹാനായ ഹാക്കിം തങ്ങളും മറ്റു പലരും എന്നല്ല ഇമാം സുയൂത്തി തങ്ങൾ മുത്തുനബി തങ്ങളെ തേടിയ ഹദീസാണ്. ആദ്യമായി ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആക്ക് ഉപയോഗിച്ച വാക്കുകളിൽ ആദ്യമായി ഉദ്ധരിച്ച ദുർറുൽ മൻസൂറിൽ ഉദ്ധരിച്ച ഹദീസ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിലിരിക്കണം. ഇതൊക്കെ നിഷേധിക്കപ്പെടുന്ന കാലമാണ്. തവസ്സുലും ഇസ്തിഗാസയും അത് രണ്ടും സുന്നത്തായ കർമ്മങ്ങളാണ്. തവസ്സുലും ഇസ്തിഗാസയും വളരെ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. തവസ്സുൽ എന്ന് പറഞ്ഞാൽ വസീലയാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഉന്നതനായൊരു മഹാനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ വസീലയായി മാധ്യമമായി അള്ളാഹുവിനോട് പറയുക. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു ബിഹഖി മുഹമ്മദി എന്ന് പറഞ്ഞു. ഈ ശൈലിയിൽ ഒരു മഹാനെയോ മഹത്തായ സാധനത്തെയോ നബി തങ്ങളുടെ ഷാറു മുബാറക്കിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ മുത്തുനബിയുടെ ഖബറു ഷരീഫിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ മുത്തുനബിയുടെ ഖുബ്ബത്തുൽ ഖദറാഇന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ മുത്തുനബി തങ്ങളുടെ കാലടിയുടെ ബർക്കത്ത് കൊണ്ട്, ഇങ്ങനെ അള്ളാഹു ബഹുമാനിച്ച സാധനങ്ങളുടെ ബർക്കത്ത് വെച്ച് അള്ളാഹുവിനോട് ഇടതേടുന്നതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. അത് സുന്നത്തായ കർമ്മമാണ്. അത് സൽക്കർമ്മങ്ങളെ കൊണ്ടും സാധനങ്ങളെ കൊണ്ടുമാകുന്നതിൽ യാതൊരു തകരാറുമില്ല എന്ന് ഇമാമിങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളൊക്കെ പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ട്. ഈളാഹിന്റെ വിശദീകരണം നോക്കിയാൽ കാണാവുന്നതാണ്. എന്നാൽ അപ്പോൾ അവിടെ തവസ്സുലിൽ നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്. അപ്പോൾ അത് നമുക്ക് പറയാനുള്ള ഒരു അവകാശം അടിമ എന്ന നിലക്കുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനുള്ള ദുആക്ക് ഉത്തരം കിട്ടലിന് തടസ്സമായ കുറേ അവസ്ഥകൾ നമ്മളിലുണ്ട്. അപ്പോൾ നമ്മൾ ദുആ ചെയ്തതിൻ്റെ പുറമെ അവരെ കൊണ്ട് ഇടതേടിക്കൊണ്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം ഏതായാലും കിട്ടും. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ദുആ ചെയ്തത് സ്വഹീഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സൽക്കർമ്മമല്ല, സൽക്കർമ്മം ഉള്ളവരാണ്, ഒരു ദാത്താണ് എന്ന് മലയാള ഭാഷയിൽ പറഞ്ഞാൽ, മൗലവിമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സത്തയാണ്, ഒരു വിശേഷണമല്ല. ചിലർ പറയും വിശേഷണങ്ങളെ കൊണ്ട് തവസ്സുലാക്കാം, സത്ത കൊണ്ട് തവസ്സുലാക്കാൻ പറ്റുകയില്ല. അത് ഹദീസിനും രേഖകൾക്കും കഠിന വിരുദ്ധമായ എതിരായ വാക്കാണ്. ഇതാണ് തവസ്സുല്. ഇസ്തിഗാസ അങ്ങനെയല്ല. ഇസ്തിഗാസ നമ്മുടെ പ്രയാസം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അവതരിപ്പിക്കലാണ്, അവരോട് പറയലാണ്. അവർ ഒരുപക്ഷെ നമുക്ക് നേരിട്ട് വന്ന് ആ പ്രശ്നത്തിന് പരിഹാരം ചെയ്തു തരും എന്ന വിശ്വാസത്തോടുകൂടെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്ക് വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടുകൂടെ, ഇത് രണ്ടും ഇസ്തിഗാസയിലെ ഇനങ്ങളാണ്. ബസ്സിർ ഫുആദി, എൻ്റെ ഹൃദയം നിങ്ങൾ ശുദ്ധിയാക്കി തരണം. ഇത് ഖുതുബിയത്തിൽ ജീലാനി തങ്ങളോട് പറയുന്ന ഒരു വാക്കാണ്. ബസ്സിർ ഫുആദി, എൻ്റെ ഹൃദയം ശുദ്ധിയാക്കി തരണം. ഇതുപോലുള്ള പ്രയോഗങ്ങൾ നൂറുകണക്കിന് മഹാന്മാർ മുത്തുനബിയോടും ഔലിയാക്കളോടും നടത്തിയത് നമുക്ക് കാണാം. എൻ്റെ ഹൃദയം നിങ്ങൾ ശുദ്ധിയാക്കി തരണം. അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയം ശുദ്ധിയാക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് അല്ല. അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചാലോ അയാൾക്ക് തകരാറുമില്ല. അതല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ഹൃദയം നിങ്ങൾ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ ശുദ്ധിയാക്കി തരണം എന്ന് തന്നെയാണ്. ഔലിയാക്കളിൽ അത്യുന്നതരായ ഔലിയാക്കളും അതുപോലെ തന്നെ അമ്പിയാക്കളുടെയും വിശേഷണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വയുസക്കീഹിം, ജനങ്ങളെ അവർ ആത്മശുദ്ധി ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ അർത്ഥം ആത്മശുദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യും എന്നല്ല. ഉബിരിയുൽ അക്മഹ വൽ അബ്റസ വഹയിൽ മൗതാ ബിഇദ്നില്ല. ഈസാ നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലുണ്ട്, ഞാൻ അക്മഹിനെ, പ്രസവത്തിലുള്ള കുരുടിനെ മാറ്റിക്കൊടുക്കും. വൽ അബ്റസ, വെള്ളപ്പാണ്ടിനെ ഞാൻ മാറ്റിക്കൊടുക്കും.
ഓഹിയിൽ മൗത്ത മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും ബിഇദ്നില്ല അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം. അതിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ജീവിപ്പിക്കാൻ ദുആ ചെയ്യുമെന്നും രോഗം മാറ്റിത്തരാൻ ദുആ ചെയ്യുമെന്നും പറഞ്ഞാൽ അതൊരു രോഗം മാറ്റിത്തരാൻ ദുആ ചെയ്യും, നിങ്ങളുടെ ബറസുകൾ മാറ്റിത്തരാൻ ദുആ ചെയ്യും എന്നർത്ഥം വെക്കുന്നത് ഭാഷാപരമായും ശരിയല്ല, വിഷയപരമായും ശരിയല്ല. അതൊരു മുഅ്ജിസത്തിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പ്രയാസവുമാണ്. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ സെയ്ദ് എനിക്ക് ചായ തന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സെയ്ദിലൂടെ ചായ തന്നു എന്നർത്ഥം വെക്കണീന് അർത്ഥമില്ല. മജാസും ഹഖീഖത്തും എന്ന് പറയുന്ന രണ്ടിനമുണ്ട് അറബി സാഹിത്യത്തിൽ. ആരാണോ വിശേഷണം ഉടയവനായവൻ അവനാണ് അതിൻ്റെ ഹഖീഖത്ത്, യഥാർത്ഥം. ഒരു പ്രവൃത്തിയെ പടച്ചവനിക്കല്ല ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സെയ്ദ് അംറിനെ അടിച്ചാൽ ആ അടിയെ പടച്ചത് അള്ളാഹുവാണ്, പക്ഷേ അടിച്ചത് സെയ്ദാണ്. ഈ അടി ആരാണോ ഉൾക്കൊള്ളുന്നതെങ്കിൽ അയാളാണ് അതിൻ്റെ യഥാർത്ഥ ഫായിൽ. എന്നാ ആ അടിയെ പടച്ചത് ഖാലിഖ് അള്ളാഹുവാണ്. അപ്പോൾ അവിടെ രണ്ട് വിഷയമുണ്ട്. അടിയെ സൃഷ്ടിക്കൽ കൊണ്ട് വിശേഷണം സിദ്ധിച്ചവൻ അള്ളാഹു, അടിച്ചവൻ സെയ്ദ്. ഇതുപോലെ ജീലാനി തങ്ങളോട് എൻ്റെ വിഷമം തീർത്തു തരണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഈ രോഗം മാറ്റി തരണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ശുദ്ധീകരിച്ച് തരണം എന്ന് തന്നെയാണ്. നിങ്ങൾ ബന്ധപ്പെട്ട് ശുദ്ധീകരിച്ച് തരണം എന്നാണ്. അങ്ങനെയാണ് ഇസ്തിഗാഥയുടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇസ്തിഗാഥയുടെ ഉദ്ദേശവും താല്പര്യവും. പിന്നെ ഒരു ഇനമുണ്ട്, അവരോട് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അത് ലഭിക്കൽ. അതും ഇസ്തിഗാഥയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. ചില പണ്ഡിതന്മാർ തന്നെ അവരോട് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് അള്ളാഹു തീർത്തു തരലാണ് ഇസ്തിഗാഥ എന്ന് പറയുന്നവരുണ്ട്. അവർ എല്ലാവർക്കും മനസ്സിലാകുന്ന ഇനം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു ആൾക്കും എതിർക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ശൈലി ഉപയോഗിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നല്ലാതെ ഔലിയാക്കൾക്ക് വന്ന് സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വാസമാണെങ്കിൽ അത് ബിദ്അത്തിന്റെ ആശയമാണ്. അതൊരിക്കലും ഉന്നതന്മാരായ പണ്ഡിതന്മാർ പറയുകയില്ല. ബദരീങ്ങളെ വിളിച്ചിട്ട് ബദരീങ്ങൾ ഹാദിറായതും അവർ പ്രശ്നം തീർത്തു കൊടുത്തതും ബദർ മൗലിദിൽ തന്നെ കാണാം. ഷബറായി ഉദ്ധരിച്ചത് കാണാം. അബ്ദുൽ ലത്തീഫിൽ റിസാലത്തുൽ ബദരിയയിൽ കാണാം. സീറത്തുൽ ഹലബിയയിൽ കാണാം. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിൽ വരെ കാണാം. ഖാലിസായ മനസ്സ് കൊണ്ട് വിളിച്ചു മമ്പതിരിങ്ങളാ, ഹാളിറുണ്ടവിടപ്പോഴും വിളിച്ച ക്ഷണമേ ഹാസില. ഖാലിസായ ആത്മാർത്ഥതയുള്ള മനസ്സുകൊണ്ട് വിളിച്ചുമൻ ആരെങ്കിലും വിളിച്ചാൽ ബദരീങ്ങളെ വിളിച്ചാൽ ഹാളിറുണ്ട്, അവിടെ ബദരീങ്ങൾ അവിടെ ഹാളിറാകുന്നതാണ്. അള്ളാഹുവേ ഇത് ചെയ്തു കൊടുക്കുക എന്ന് പറയും എന്നല്ല അവിടെ പറഞ്ഞു, അവിടെ ഹാളിറാകും. ജിലാനി തങ്ങൾ ഹാളിറായ എത്രയോ സംഭവങ്ങൾ മലബാറിനും അല്ലാത്ത നാടിനും പറയാനുണ്ട്. എത്രയോ കിതാബുകളിലുമുണ്ട്. ബദരീങ്ങൾ ഹാളിറായത് പറയാനുണ്ട്, മറ്റു ഔലിയാക്കന്മാർ ഹാളിറായത് പറയാനുണ്ട്. അതൊക്കെ വിളിച്ചിട്ട് അവർ നേരിട്ട് വന്ന് ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ നേരിട്ട് വന്ന് ചെയ്തു കൊടുത്ത സംഭവങ്ങളാണ് അതികൂടുതലുള്ളത്. ആ ലക്ഷ്യമാണ് ഒരാൾ വെച്ചത്. ഒരു തകരാറും തൗഹീദിനോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കോ വിശ്വാസത്തിനോ ഒരു തകരാറും അതുകൊണ്ട് സംഭവിക്കുന്നതായി ആരും പറഞ്ഞിട്ടില്ല, പറയാനൊട്ട് കഴിയുകയുമില്ല. പിന്നെ ഒരിനമുണ്ട്, അദ്ദേഹത്തിനെ നാം വിളിച്ച മഹാൻ അള്ളാഹുവിനോട്
ദുആ ചെയ്ത് നമുക്കത് വാങ്ങിത്തരുന്ന സ്വഭാവം, അത് ഇസ്തിഗാസന്റെ ഒരു ഇനമാണ്. അതാണ് എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരുടെയും മനസ്സളക്കുന്നതിന് അർത്ഥമില്ല, ഒരിക്കലും അതിനർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ രണ്ടിനമുണ്ട്. ഒന്ന് നേരിട്ട് ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുക, ഒന്ന് അള്ളാഹുവിൻ്റെയൊക്കെ വാങ്ങിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുക. രണ്ടും ഇസ്തിഗാസയാണ്, രണ്ടും സുന്നത്താണ്. ഇന്നലെ നമ്മൾ ഓതിയ ഹദീസ്, യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അള്ളാഹുവിന്റെ ഔലിയാക്കളെ നിങ്ങൾ എൻ്റെ വാഹനത്തെ, ഓടിപ്പോകുന്ന വാഹനത്തെ പിടിച്ചു തരണേ എന്ന് പറയുകയാണ്. ഓടിപ്പോകുന്ന വാഹനത്തെ പിടിച്ചു വെക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറയുകയല്ല. എന്നിട്ട് അവിടെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫഇന്ന ലില്ലാഹി ഹാദിറൻ യഹ്ബിസുഹു, ആ വാഹനത്തെ പിടിച്ചു വെക്കുന്ന ഒരു മഹാൻ അവിടെ ഹാദിറാകുന്നതാണ്. അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഫഇന്ന ലില്ലാഹി ഹാദിറൻ യഹ്ബിസുഹു, അവിടെ തടഞ്ഞു വെക്കുന്ന ഒരു മഹാൻ അവിടെ എത്തുകയും ഹാദിറാവുകയും അങ്ങനെ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇതങ്ങനെ മുത്തുനബി തങ്ങൾ ഹാദിറാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ? അള്ളാഹിനോട് ദ്വാരക്കല് മാത്രമല്ല ഇസ്തിഗാസ എന്ന്. പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ പെട്ടെന്ന് ഏതൊരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ശൈലിയിൽ, വഹാബിക്ക് നിഷേധിക്കാൻ കഴിയാത്ത ശൈലിയിൽ, ഇനി ഔലിയാക്കൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഇസ്തിഗാസ ചെയ്യുന്നതിൽ യാതൊരു തകരാറുമില്ല എന്നറിയിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറഞ്ഞത്? അല്ലാഹു അഅലം, എനിക്കറിയുകയില്ല. ഏതായിരുന്നാലും അവരും അത് വിശ്വസിച്ചിട്ടുണ്ട്. ആ രൂപം മാത്രമാണെന്ന് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അർത്ഥവുമില്ല. ഔലിയാക്കന്മാര് ഹാദിറാകുമെന്നത് ഔലിയാക്കന്മാരുടെ കറാമത്തായി ഇമാമിങ്ങൾ എത്രയോ കിതാബുകളിൽ ഉദ്ധരിച്ചതും അവർ ഹാദിറായതുമാണ്. നബിതങ്ങൾ ഹാദിറായ സംഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇമാമിങ്ങൾ ഉദ്ധരിച്ചതിന് കണക്കും കഴിയുമില്ല. നബിതങ്ങൾ ഹാദിറായത്, ഔലിയാക്കന്മാര് ഹാദിറായത്. അപ്പോ ഹാദിറായി ചെയ്യുന്ന കാര്യം തന്നെയാണ്. യാ ശൈഖനാ യാ ഖുതുബൽ അഖ്താബി യാ മുഹിയദ്ദീൻ യാ സയ്യിദി യാ അബ്ദൽ യാ മഖ്ദൂം അബ്ദൽ ഖാദിർ ജീലാനി ഇബ്നെ യാ ശൈഖനാ യാ അബ്ദൽ, അങ്ങനെ ഹാദിർ തന്നെ. ശൈലില്ലായ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ ഫിൽ ഖൽബി ഹാദിർ. കണ്ടോ, ഹാദിറാകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഹാദിറാണെന്ന് പറഞ്ഞ് ആ വിഷയം പറയുന്നു. അങ്ങനെ മഹാന്മാരുടെ ആത്മാവുകളും അവരുടെ ശരീരങ്ങളും ഹാദിറായിക്കൊണ്ട് സഹായിക്കുമെന്നതിനിക്ക് എത്രയോ സംഭവങ്ങൾ ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീനും ഇസ്ബാഹുൽ അനാമും അതുപോലെ തന്നെ ഉള്ള കിതാബുകളൊക്കെ പരിശോധിച്ചാൽ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചതിന് കണക്കും കഴിയുമില്ല. അപ്പോ മഹാന്മാര് നേരെ ചെയ്യും, സഹായം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതിന് യാതൊരു തകരാറുമില്ല. അതും സുന്നത്താണ്. പിന്നെ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ പറഞ്ഞതും സുന്നത്താണ്. അധികവും നടക്കുന്നത് നേരിട്ട് സഹായിക്കലാണ്. രണ്ടും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഒരു മുസ്ലിമാണ് വിളിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. വിദ്യാർത്ഥികാരൻ എന്തോ പറയട്ടെ. അപ്പോ രണ്ടും ഇസ്തിഗാസയുടെ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായും ഉള്ളത്. നേരിട്ട് ചെയ്തു തരാൻ ആവശ്യപ്പെടലാണ്. നേരിട്ട് ചെയ്തു തരുന്നതിന് യാതൊരു തകരാറുമില്ല. ഇപ്പോ കരീം ഹാജിയോട് ചാലിയം പള്ളിയുടെ മതിലിന്റെ പണി നടത്തിത്തരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂപ്പർക്ക് വന്ന് ആ മതിൽ കെട്ടിത്തരണമെന്ന് അർത്ഥമല്ല. അത് നമുക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒന്നാണ്. അതിൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ കരീമാജി ഏൽപ്പിച്ച ജോലിക്കാരനോട്, മതിൽ കെട്ടാൻ ഏൽപ്പിച്ച ജോലിക്കാരനോട്
ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കണേ, പൈസ തരണേ എന്നല്ല, നിങ്ങളെ കൈകൊണ്ട് പണി നടത്തണേ എന്നാണ്. ഇത് രണ്ടും നമ്മുടെ ഇടയിൽ നടക്കുന്നതാണ്. രണ്ടും അള്ളാഹുവിൻ്റെ കഴിവുണ്ട്. ഇതേ രൂപത്തിൽ തന്നെയാണ് മരിച്ചാലും ജീവിച്ചാലും ഒരു വ്യത്യാസവും ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ തവസ്സുല് ഒന്ന് വേറെ, ഇസ്തിഗാസ ഒന്ന് വേറെ. ഇസ്തിഗാസ രണ്ടിനമുണ്ട്. അതിൽ കൂടുതലും നേരിട്ട് ചെയ്യുന്ന കാര്യമാണ്. നേരിട്ട് ചെയ്യാതെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പില്ലാതെ ഒരു വിരലിൻ്റെ കൊടി, ഒരു ബിന്ദു അനങ്ങുകയില്ല. അനങ്ങുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിമുമല്ല, അവൻ മുസ്ലിമേ അല്ല. ഏത് ആളായാലും തർക്കടില്ല. ഇതാണ് ഇസ്തിഗാസ. അതിനാണ് വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു, സഹായം തേടി എന്നാണ് വാക്കർത്ഥം. പക്ഷെ ഞാനതിന് അർത്ഥം പറയുന്നു, അതിന് യാതൊരു തകരാറുമില്ല. ഞാൻ അർത്ഥം പറയുന്നത് സഹായമാക്കി എന്നാണ്. അതിന് ചെറിയൊരു കാരണമുണ്ട്, അതിപ്പം ഇവിടെ പറയുന്നില്ല. ഫനജാ മിനർ റദ. അങ്ങനെ ആ ഇസ്തിഗാസ ചെയ്ത കാരണത്താൽ നൂഹ് നബി അലൈഹിസ്സലാം മുത്തുനബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്ത് സഹായം തേടിയ കാരണത്താൽ, അല്ലെങ്കിൽ സഹായമാക്കിയ കാരണത്താൽ നൂഹ് നബി അലൈഹിസ്സലാം കൂടെയുള്ളവരും രക്ഷപ്പെട്ടു. മിനർ റദ, ആ വലിയ വെള്ളപ്രളയത്തിന്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഈ കാര്യം പറയുന്നുണ്ട്. അല്ലാതെ അൽവാഹി മദുസുർ എങ്ങനെയാണ് ബുർഹാനെ നജ്ജൈനാഹു വഹമൽനാഹു അലാ ദാത്തി അൽവാഹി വദുസുർ തജ്രി ബിഅയുനിനാ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുള്ളവരെയും മറ്റു സാധനങ്ങളെയും ചുമന്നു. അമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ. ആണികളും പലകകളുമുള്ള നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൈകൊണ്ട് നിർമ്മിച്ച ആശ്ചര്യ കപ്പലിൽ, ആദ്യമായി കപ്പൽ നിർമ്മിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. അവരെ കൈകൊണ്ടാണ് നിർമ്മിച്ചത്, ജോലിക്കാരെ കൊണ്ടല്ല, ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല. അള്ളാഹു അത് നിർമ്മിക്കാനുള്ള അറിവ്, ഓരോന്നും കണ്ടെത്താനും പ്ലെയിനും ഒക്കെ കണ്ടെത്താൻ അള്ളാഹു തആല തലയിൽ മനുഷ്യന് കഴിവിട്ട് കൊടുക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും കുതിരോട്ടത്തൊക്കെ. അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് മാത്രമേ മനുഷ്യന് ചിന്തിക്കാൻ കഴിയൂ. ആ ബുദ്ധിയിൽ തന്നെ വ്യത്യസ്തമായ രൂപങ്ങൾ കൊടുത്തവരാണ് മനുഷ്യൻ. വ്യത്യസ്ത ബുദ്ധികളാണ്. എല്ലാം റബ്ബിന്റെ ഖലാഅ് മാത്രമാണ്. അള്ളാഹുവിന്റെ കഴിവിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കഴിവും ആർക്കും അള്ളാഹു തആല കൊടുത്തിട്ടില്ല, കൊടുക്കുകയും ഇല്ല, കൊടുക്കുന്നതിന് അർത്ഥവുമില്ല. അള്ളാഹുവിന്റെ കഴിവില്ലാതെ ഒരു വിഷയം ചെയ്യണമെങ്കിൽ സ്വന്തം കഴിവ് വേണം. സ്വന്തം കഴിവുള്ള ഒരു സാധനം അള്ളാഹു അല്ലാതെ ഇല്ല. അപ്പോ അള്ളാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ കയറ്റിയ സംഭവം പറഞ്ഞപ്പോൾ ആ കപ്പലിനെ പറ്റി പറഞ്ഞു, തജ്രി, ആ കപ്പൽ സഞ്ചരിക്കും, ബിഅയുനിനാ, നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ പ്രത്യേകമായ പരിഗണനയിലൂടെ സഞ്ചരിക്കും എന്ന് തഫ്സീറുണ്ട്. എന്നാൽ അവിടെ തന്നെ തഫ്സീർ റൂഹുൽ ബയാനിൽ കൊടുത്ത തഫ്സീർ തജ്രി ബിഅയുനിനാ ഐ ബിഔലിയാഇനാ, അത് സഞ്ചരിക്കും, നമ്മൾ ഔലിയാക്കന്മാരുമായി സഞ്ചരിക്കുന്ന, അതിലുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അല്ലെങ്കിൽ തജ്രി, അത് സഞ്ചരിക്കും ബിഅയുനിനാ, നമ്മുടെ മഹാന്മാരെ കൊണ്ട് സഞ്ചരിക്കും. നമ്മളെ മഹാന്മാരായിരുന്നു ആ കപ്പല് നിയന്ത്രിച്ചിരുന്നത്. അപ്പോ അതിലേറ്റവും ഉയർന്നവർ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന ഹദീസിൽ, എത്രയോ ഹദീസുകളിൽ വന്നിട്ടുണ്ട്.
ഔലിയാക്കന്മാരെ കൊണ്ട് സഞ്ചരിക്കുന്ന കപ്പൽ എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഒരു തഫ്സീർ അനുസരിച്ച് റൂഹുൽ ബയാന്റെ തഫ്സീർ അനുസരിച്ച് വന്നത്. ഔലിയാക്കളുമായി സഞ്ചരിക്കുന്ന എന്നും വെക്കാം, ഔലിയാക്കളെ കൊണ്ട് സഞ്ചരിക്കുന്ന എന്നും വെക്കാം, രണ്ടും ശരിയാണ്. فنجا من الردى وكان في صلب إبراهيم عليه السلام ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു, സൈനി ദഹ്ലാൻ തങ്ങൾ സീറത്തുൻ നബവിയിൽ പറഞ്ഞിരിക്കുന്നു, സ്വഹഫി അഹാദീസ് കസീറ, എത്രയോ ഹദീസുകളിൽ സ്വഹീഹായ റിപ്പോർട്ട് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഫി സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുവിലുണ്ടായിരുന്നു. ഈന ഖുദിഫ ബിഹി ഫിന്നാർ, അവരെ തീയിൽ ഇടപെട്ടപ്പോൾ ആ തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീയിന്റെ തീന്റെ പ്രവർത്തനത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. ആ തീൻ അല്ലാഹു തആല തണുപ്പായിരുന്നു കൊടുത്തത്. തീന് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തീയിനോ വെള്ളത്തിനോ മറ്റൊരു സാധനത്തിനും ഒരു കഴിവും ഇല്ല. തീയിന് ചൂടാക്കാനുള്ള കഴിവ് ഇല്ല, വെള്ളത്തിന് തണുപ്പിക്കാനോ ദാഹം തീർക്കാനോ ഉള്ള കഴിവ് ഇല്ല. അങ്ങനെ വിശ്വസിക്കുന്നത് ബിദ്അത്താണ്. സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് കുഫറാണ്, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. സ്വന്തം കഴിവല്ല, അതിന് കൊടുത്തു വെച്ച കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അഈ ആശയമാണ്, മുഅ്തസിലത്ത് പോലുള്ള ബിദ്അത്തുകാരുടെ ആശയമാണ്. അപ്പോൾ കൊടുക്കുന്ന കഴിവുകളാണ് ഏത് സൃഷ്ടിക്കുമുള്ളത് എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. എല്ലാവരുടെയും കഴിവ് അപ്പോൾ കൊടുക്കുന്ന കഴിവാണ്, മുമ്പ് കൊടുത്തു വെച്ച കഴിവല്ല. അപ്പൊ തീ തണുപ്പാകണമെങ്കിൽ തണുപ്പാകാൻ തീന് കഴിയില്ല, ചൂടാകാൻ തീന് കഴിയില്ല. ഇത് അറാദ ശൈഅൻ, ലോകത്ത് എന്ത് ഒരു ഷൈഇനെയും ഒരു വസ്തുവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവാൻ ഉദ്ദേശിച്ചാൽ യഖൂലു ലഹു കുൻ ഫയകൂൻ, അല്ലാഹുവിന്റെ കുൻ ഫയകൂൻ എന്നത് അതിനോട് ബന്ധപ്പെടുന്നതാണ്. അപ്പൊ അല്ലാഹു തആല കുൻ ഫയകൂൻ എന്ന് അല്ലാഹുവിന്റെ വാക്ക്, അല്ലാഹുവിന്റെ കലാമ് ബന്ധപ്പെടുമ്പോൾ ആ അല്ലാഹുവിന്റെ ശക്തി ബന്ധപ്പെടുമ്പോഴാണ് സാധനം ഉണ്ടാകുന്നത്. അപ്പൊ തണുപ്പുണ്ടാകണമെങ്കിൽ തണുപ്പാവുക എന്ന് പറയണം, എന്ന കലാമ് വേണം. ചൂടാവണമെങ്കിൽ ചൂടാവുക എന്ന് പറയണം. തീ സാധാരണയിൽ ആര് തൊട്ടാലും അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിക്കുന്നത് ചൂടാവുക എന്ന നിലക്കാണ് സാധാരണയിൽ ബന്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതാണ് തീന് ചൂടുണ്ട് എന്ന്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തെറ്റുവില്ലിൽ വെച്ച് നമ്രൂദിന്റെ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖുദ്റത്ത് ബന്ധിച്ചത് അതിന്റെ തബ്രീദ് കൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഫഖുൽനാ യാ നാറു കുനി ബർദൻ എന്ന് പറഞ്ഞത്. കുനി എന്ന് പറയാതെ ഒരിക്കലും അത് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. തണുപ്പാകണമെങ്കിൽ തണുപ്പാവുക എന്ന് പറയണം, ചൂടാകണമെങ്കിൽ ചൂടാവുക എന്ന് പറയണം. ആ അള്ളാഹുവിന്റെ കലാമില്ലാതെ സംഭവം നടക്കുകയില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിക്കാതെ സംഭവം നടക്കുകയില്ല. വഹാബികൾ പറയാറുണ്ട്, തീന് ചൂടുണ്ടായത് കൊണ്ടല്ലേ തണുപ്പാവാൻ പറയേണ്ടി വന്നത്. അല്ല, ചൂടുമില്ല തണുപ്പുമില്ല. ചൂടാവണമെങ്കിൽ ചൂടാവാൻ പറയണം, തണുപ്പാവണമെങ്കിൽ തണുപ്പാവാൻ പറയണം. ലോകത്തിന്റെ ഏത് ബിന്ദുവിന്റെയും പ്രവർത്തനം എന്നല്ല വുജൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈജാദ് കൊണ്ടാണ്, ഉണ്ടാക്കൽ കൊണ്ടാണ്. ഇദാ അറാദ ശൈഅൻ യഖൂലു ലഹു കുൻ ഫയകൂൻ. ലോകത്ത് എന്ത് സംഭവിക്കുന്നുണ്ടോ അതിനോട് അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കലാം ബന്ധിച്ചേ പറ്റൂ എന്ന് വിശുദ്ധ ഖുർആൻ തുറന്നു പറഞ്ഞ ആശയമാണ്. തണുക്കണമെങ്കിൽ തണുക്കണം എന്ന് പറയണം, ചൂടാവണമെങ്കിൽ ചൂടാകണമെന്ന് പറയണം. ഇത് നമ്മളെ ഏൽപ്പിച്ച കാര്യമില്ല ബേജാറാകാൻ. ലോക സൃഷ്ടാവായ അള്ളാഹു എല്ലാ ബിന്ദുക്കളെയും പടച്ച, എല്ലാ ജന്തുക്കളെയും പടച്ച, എല്ലാ ജീവികളെയും നിർജീവികളെയും എല്ലാത്തിനെയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ പ്രവർത്തനമാണ്.
കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ. എല്ലാ ടൈമിലും ലോകത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ പ്രവർത്തനമാണ്. അതിൽ കൈയിടാൻ നമുക്ക് അവകാശമില്ല. ഏതായിരുന്നാലും തീയിനക്ക് കഴിവില്ല. ഒരു കഴിവും ഒരു സാധനത്തിനുമില്ല, ഒന്നിനുമില്ല. തീ കൊണ്ട് ദാഹം തീരാനും ഒരു വേള തീ കൊണ്ട് ദാഹം തീരാനും വെള്ളം കൊണ്ട് കത്താനും ഒരു പ്രയാസവുമില്ല. വെള്ളം കൊണ്ട് കത്തിപ്പോയി എന്ന് പറയാൻ ബുദ്ധിപരമായി യാതൊരു തടസ്സവുമില്ല. ഒരിക്കലും അത് സമർത്ഥിക്കാൻ കഴിയുകയില്ല. തീ കൊണ്ട് ദാഹം തീർന്നുപോയി എന്ന് പറയാൻ ഒരിക്കലും തടസ്സമില്ല. ബുദ്ധിപരമായി ഒരു തടസ്സവുമില്ല. പക്ഷെ അള്ളാഹു സാധാരണയിൽ തീ കൊണ്ടാണ് കരിക്കാറുള്ളത്, വെള്ളം കൊണ്ടാണ് ദാഹം തീർക്കാറുള്ളത്. അങ്ങനെ ഓരോന്ന് സാധാരണയിൽ നടന്നു എന്നല്ലാതെ ബുദ്ധിപരമായിട്ട് അക്കലിയായിട്ട് സമർത്ഥിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അത് വ്യക്തമായി സംസാരിക്കുന്ന വിഷയമാണ് ഇൽമുൽ കലാം. പള്ളി ദർസുകളിൽ അതിനെ കർക്കശമായി സംസാരിക്കുന്നു. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ മടങ്ങ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് സഹായം കിട്ടിയത് മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മുതുവിലുണ്ടായത് കൊണ്ടാണ്. കരിയാതെ അല്ലാഹു തആല തണുപ്പാവാൻ വേണ്ടി പറഞ്ഞത് എന്ന് നമുക്കിത് ഇന്ന് മനസ്സിലാക്കാം. ഫആദ, അങ്ങനെ ആ തീ ഫആദ വസാറ ലഹബുഹാ മുഖ്മദ. ഫആദ അങ്ങനെ മടങ്ങുകയും വസാറ ആയിത്തീരുകയും ചെയ്തു. ലഹബുഹ ആ തീയിന്റെ ആളൽ മുഖ്മദൻ കെടുത്തപ്പെട്ടതായി അണക്കപ്പെട്ടതായി ആയിത്തീർന്നു. അത് തീ അണഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100 ആത്മാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ ഉണ്ടായ കാരണത്താൽ മാത്രമല്ല വറഅത്ത് ഉമ്മുഹു ആമിന റളിയല്ലാഹു അൻഹാ. ഇത് അറബി പ്രയോഗത്തിൽ നിന്ന് അല്പം മാറിയാണ് ശൈലിയുള്ളത്. റാത്ത് ഉമ്മുഹു ആമിന എന്ന് പറയുന്ന ശൈലി കുറവാണ്. പറയില്ല എന്നല്ല, പറയൽ കുറവാണ്. ഒരു ഉമ്മ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആമിന എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഉമ്മുഹു എന്ന് പറഞ്ഞാൽ മതി. ആമിന ഉമ്മ എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഉമ്മുള്ള മാതിരി തോന്നിപ്പോവും. സഹോദരനാണെങ്കിൽ 2 സഹോദരന്മാരുണ്ടായേക്കാം. ഉപ്പയെ സംബന്ധിച്ച് ഉമ്മയെ പറ്റി പറയുമ്പോൾ അവരുടെ പേരോ അല്ലെങ്കിൽ ഉമ്മാന്നോ ഉപ്പാന്നോ പറഞ്ഞാൽ മതി. ഇനി ഉമ്മയാണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ തെറ്റുള്ളതല്ല. പക്ഷെ ശൈലി അല്പം മാറിപ്പോയി. റാത്ത് ആമിന എന്ന് പറഞ്ഞാൽ മതി. റാത്ത് ഉമ്മുഹു ആമിന. ആമിന എന്ന ഉമ്മണ്ടല്ലോ, ആ ഉമ്മ പറഞ്ഞു, മറ്റേ ഉമ്മല്ലോ എന്നുള്ള ശൈലി ഉപയോഗിക്കുമ്പോഴാണ് 2 ഉമ്മാനെയും പേരും കൂടി ഉപയോഗിക്കുക. അപ്പൊ ഇബ്രാഹിം അബീഹി ആദർ, ഇത് കാല ഇബ്രാഹിം അബീഹി ആദർ, അങ്ങനെ അബീഹി ആദർ കണ്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അബീഹി ആസറ, എന്റെ ആസറാപ്പാനോട് പറഞ്ഞു. അപ്പൊ ആസറാപ്പയാണ്, സ്വന്തം പാപ്പല്ല, എളാപ്പയാണ് എന്നർത്ഥം. ഇത് ഇമാം റാസി സമർത്ഥിക്കുന്നുണ്ട് അൻവാറു തൻസീലിൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ താറഖ് എന്ന പേരുള്ള മഹാനാണ്. അവര് വലിയ മഹാനാണ്. ഇത് ആപ്പയുടെ അനുജനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് ആസറാപ്പ. ആസറാപ്പ എന്ന് പറയണമെങ്കിൽ തന്നെ നമ്മൾ നേരെ വാപ്പ അല്ല എന്ന് മനസ്സിലാവും. ഇത് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ കർക്കശമായി പറയുന്ന ഒരാശയമാണ്. വളരെ നല്ല പോയിന്റാണ് അത് എന്ന് മനസ്സിലാകും. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ പ്രയോഗങ്ങളിൽ എൻ്റെ പരിശോധന അനുസരിച്ച്, ചെറിയ പരിശോധനയാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നേരെ മറിച്ച് അഖീഹി മുഹമ്മദ്, സുഹൃത്തായ മുഹമ്മദ്
അല്ല സഹോദരനായ മുഹമ്മദ് എന്ന് പറയും. കാരണം സഹോദരൻ ഒന്നിലധികം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സഹോദരനും സഹോദരിയുമൊക്കെ അമ്മും അമ്മത്തും ഒക്കെ ഖാലും ഖാലത്തൊക്കെ ഒന്നിലധികം ഉണ്ടാകാൻ സാധ്യതയുള്ളിടത്ത് ഈ രണ്ട് വാക്കും കൂട്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് അല്പം അറബി ശൈലിയിൽ നിന്ന് മാറി സഞ്ചരിച്ചത് ബഹുമാനത്തിന് വേണ്ടി ആയിരിക്കാനാണ് സാധ്യത. വറാത്ത് ഉമ്മുഹു ആമിന, അവിടുത്തെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ വലിയ മഹദിയാണ്, സ്വാലിഹത്താണ്, മുവഹിദത്താണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബവായിൽ വെച്ചുകൊണ്ട് പിരിഞ്ഞ ആമിന ബീവി റളിയല്ലാഹു അൻഹ അതിനു മുമ്പ് ചെയ്ത ഉപദേശങ്ങൾ വായിച്ചാൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. 6 വയസ്സോ 7 വയസ്സോ ഉള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആമിന ബീവിയുടെ വഫാത്തിന്റെ ടൈമിലുള്ള ഉപദേശം കേട്ടാൽ അല്ലാഹ് സുബ്ഹാനല്ലാഹ്, മോനെ ശിർക്ക് നിറഞ്ഞ നാടാണ് നമ്മുടെ നാട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് പരമ്പരാഗതമായി നമുക്ക് കിട്ടിപ്പോന്ന തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം കേട്ടോ എന്നെല്ലാം അക്കാലത്ത് ആ ഉമ്മ പറയുന്ന വാക്കുകൾ വായിച്ചാൽ ആമിന ബീവിയെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയുന്നവർക്ക് വല്ലാത്ത അപകടം തന്നെ. അവർ വിശ്വസിച്ച് വെച്ച ആശയം വലിയ തെറ്റ് തന്നെയാണ്. ഖുർആനിനോടും തിരുസുന്നത്തിനോടും അവർ ചെയ്ത മുത്തുനബിയോടും ചെയ്ത ഏറ്റവും വലിയ അക്രമമാണ് ആമിന അബ്ദുള്ള ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയുന്നത്. ആമിനയും അബ്ദുള്ളയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബവൈനി രണ്ടുപേരും മുഅ്മിനീങ്ങളാണെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണെന്ന് മാത്രമല്ല, സാലിഹീങ്ങളാണെന്ന് മാത്രമല്ല, അവർ അത്യുന്നതരായ ആളുകളാണ്. അവർക്ക് ശിർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അവർ ഏതെങ്കിലും കഥ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ ഇമാം സുയൂത്തി 7ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ 100-ലധികം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. മലബാറിലെ പണ്ഡിതന്മാര് തന്നെ ഈ വിഷയത്തിൽ 5ഓ 6ഓ കിതാബ് എഴുതിയിട്ടുണ്ട്. പുറത്തുള്ള പണ്ഡിതന്മാരും ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മയെ ഉപ്പയെ പറ്റി മാത്രം എഴുതിയവരുണ്ട്, കവിതയായി എഴുതിയവരുണ്ട്, അതുപോലെ തന്നെ ഗദ്യമായി എഴുതിയവരുണ്ട്. ഇമാം സുയൂത്തി അതിൽ പ്രധാനിയാണ്. എത്രയോ ഇമാമിങ്ങൾ എഴുതിയത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആമിന ബീവി റളിയല്ലാഹു അൻഹ സാജിദത്താണെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആമിന ബീവി മാത്രമല്ല, ആമിന ബീവി മുതൽക്ക് മുത്തുനബി വരെ 51 പേരാണ് ഉള്ളത്. ഈ 51 പേരും മുവഹിദീങ്ങളും സാജിദീങ്ങളുമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് സന്ദർഭത്തിനനുസരിച്ച് പറയാം. ഉമ്മുഹു ഹീന അമലത് ബിഹി, ആമിന ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമന്നപ്പോൾ അഹദി കണ്ടു, മലായികത്തസ്സമായി, വാനലോകത്തെ മലക്കുകൾ, മദദ അവരെ സഹായികളായി കണ്ടു. പല വിഷയത്തിനും ആമിന ബീവി ഒരുങ്ങുമ്പോൾ അവരെ സഹായിക്കുന്ന ഖാദിമീങ്ങളായി മലക്കുകളെ കണ്ടു. വദഖല അലൈഹിൽ അംബിയാഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭത്തിലിരിക്കുമ്പോൾ അമ്പിയാക്കന്മാർ ആദം നബി ആമിന ബീവിയുടെ അരികിലേക്ക് കടന്നു വന്നു. വഹും യഖൂലൂൻ, അവരെ ആമിന ബീവിയോട് ലഹ പറയുമായിരുന്നു, ഇദാ വളഅതി, ആമിന ബീവിയോട് പറയുന്നത്, നിങ്ങൾ കുഞ്ഞിന് ജന്മം നൽകിയാൽ, ആർക്ക് ജന്മം നൽകിയാൽ, ശംസൽ ഫലാഹി വൽ ഹുദ, വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും സൂര്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയാൽ, വിജയം, ലോകത്തിന്റെ വിജയം നബി തങ്ങളിൽ മാത്രമാണ്. ലോകത്തിന്റെ സന്മാർഗം ഏത് വിഷയത്തിലായാലും, വ്യക്തി ജീവിതത്തിലായാലും, കുടുംബജീവിതത്തിലായാലും, സാമൂഹിക ജീവിതത്തിലായാലും, രാഷ്ട്രീയ രംഗത്തായാലും, ഏത് വിഷയത്തിലായാലും നബി തങ്ങളുടെ അധ്യാപനം സ്വീകരിച്ചാൽ അതിൽ വിജയമുണ്ടാകാതിരിക്കയില്ല, അതിൽ തകർച്ച ഉണ്ടാവുകയില്ല. അത് സത്യമാണെന്ന് മനസ്സിലാക്കിയവരാണ് പലരും. പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവർക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് അവരത് പറയാൻ തയ്യാറില്ല എന്ന് മാത്രം. മനസ്സടിയിൽ അവരുടെ മനസ്സിലും അങ്ങനെ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചത് ആര്? ഇവിടെ ഒരു ആണായും പെണ്ണ് പെണ്ണായും ഡ്രസ്സ് ധരിക്കാൻ പഠിച്ചത് എങ്ങനെ?
അതിലേക്ക് കടക്കാതിരിക്കുകയാണ് നല്ലത്. സന്മാർഗത്തിന്റെയും അതുപോലെ തന്നെ വിജയത്തിന്റെയും സൂര്യൻ, ആ സൂര്യൻ ഉദിച്ചത് മുതൽക്ക് വിജയത്തിന്റെ ഭാഗങ്ങൾ ലോകത്ത് തുറക്കപ്പെട്ടു. ഇനി തുറക്കപ്പെടാത്ത നാടില്ല. പക്ഷേ ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, തള്ളുന്നവർക്ക് തള്ളാം. ആരെയും ബലാത്കാരമായി അതിലേക്ക് ചേർക്കാൻ നമ്മളാരുമില്ല. വൽഹുദ, സന്മാർഗത്തിന്റെയും എന്തൊരു വിഷയത്തിലും ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും തങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, ഭക്ഷണം എങ്ങനെ ചവക്കണം, ഇതുവരെ പറഞ്ഞവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റൊന്ന് വിട്ടുപോയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് വിട്ടുപോയത് എന്നാ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ച മറ്റു മതത്തിൽ പറയാൻ കഴിയുമോ? മറ്റു മതങ്ങളിൽ, പല മതങ്ങളിലും എന്തെങ്കിലും ഒന്ന് ആരാണ് അതിന്റെ ആള് എന്ന് വെച്ചാൽ തന്നെ കൊടുത്തില്ല. എന്തേ നിങ്ങള് സന്മാർഗമായി എന്തേ പറഞ്ഞെന്ന് വെച്ചാല് എന്ത് പറയാനാ? പിന്നെ മതാണ്. സന്മാർഗമായി എന്ത് പറഞ്ഞു? ഇന്നത് എടുക്കണമെന്ന് പറഞ്ഞോ? ഇന്നത് ഒഴിക്കണമെന്ന് പറഞ്ഞോ? ആര് പറഞ്ഞു? പറയാൻ കഴിയില്ല, പ്രയാസമാണ്. ആണെങ്കിൽ തന്നെ ബുദ്ധിപരമായി ചില ആളുകൾ ബുദ്ധിപരമായി പറഞ്ഞ, സ്വന്തമായി കണ്ടെത്തിയ ചില റൂട്ടുകൾ എന്നല്ലാതെ ആത്മീയമായ വഴിയിലൂടെ കിട്ടിയ, ഇലാഹിയായ ഈ ലോകസൃഷ്ടാവിന്റെ പക്കൽ നിന്ന് കിട്ടിയ തത്വങ്ങൾ അങ്ങനെയുള്ള പറയാൻ, രേഖാമൂലം പറയാൻ കഴിയുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു അഅലം. ഷംസൽ ഫലായി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അവർക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കണമെന്ന് നബിമാരടങ്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭത്തിലിരിക്കുമ്പോൾ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് ബറാത്തിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്താണ്. അതുകൊണ്ട് തന്നെ ബിസ്മി ഓതാത്തത് മൗലവി ഞായിമ ബിസ്മി ഓതാത്തതിനേറ്റ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു ഏതാ. ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് വരിക തന്നെ ചെയ്തിരിക്കുന്നു, റസൂലൻ, ഒരു വലിയ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾ എന്തെല്ലാം ചെയ്യണം, ഒഴിക്കണം എന്നും അവന് പറയാനുള്ളതും പറഞ്ഞയച്ച വ്യക്തിക്കാണ് റസൂൽ എന്ന് പറയുന്നത്. സൃഷ്ടികളോട് ഉത്ബോധനം നടത്താൻ വേണ്ടി പറഞ്ഞയച്ച വ്യക്തി, അതാണ് റസൂല്. ദൂതൻ എന്ന് പറഞ്ഞുകൂടാ, അത് ഭാഷാർത്ഥമാണ്. ലഖദ് ജാഅക്കും റസൂലുൻ എന്നതിന്റെ അർത്ഥം റസൂല് വന്നിരിക്കുന്നു എന്നാണ്. റസൂൽ ആരാണെന്ന് വിശദീകരിക്കേണ്ടതാണ്. അതിന്റെ ചെറിയൊരു വിശദമാണ് ഞാൻ പറഞ്ഞത്. മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ, മനുഷ്യരിൽ നിന്ന് തന്നെ റസൂൽ വന്നിരിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. മലക്കുകളിൽ നിന്നാണ് നമുക്ക് റസൂൽ വന്നതെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങും. അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാകും. മനുഷ്യരിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് ഇടപെടാനും അവിടുന്ന് ഇങ്ങോട്ട് ഇടപെടാനും പ്രയാസമില്ലാതായത് വലിയൊരു അനുഗ്രഹമാണ്. ജിന്നോ അല്ലെങ്കിൽ മലക്കോ നബിയായിട്ട് നമ്മളിലേക്ക് നിയോഗിക്കപ്പെടുകയാണെങ്കിൽ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നാൽ നമ്മൾ പേടിച്ചു പോകും. നമ്മളോട് ഉത്ബോധനം നടത്തണമെങ്കിൽ ആദ്യം നമ്മളവിടെ നിൽക്കണ്ടേ. മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ നമ്മൾ ഓടിപ്പോവും. മനുഷ്യന്റെ കോലത്തിൽ വന്നാലോ, മനുഷ്യന്റെ കോലത്തിൽ വന്നാല് മനുഷ്യൻ നബി ആകുന്നതിൽ ആശ്ചര്യം പറയുന്ന ആളുകൾ മനുഷ്യന്മാർ നബി ആവൂലാന്നാ. ആര്? മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരെങ്ങനെ, നിങ്ങൾ ഞങ്ങളെ പോലെ മനുഷ്യരാണല്ലോ, മനുഷ്യരല്ലാതെ എന്താ റസൂല മലക്കുകളെ നബിയാക്കിയാൽ? അതിന് അള്ളാഹു പറഞ്ഞ മറുപടിയാണ്, മലക്കുകൾ നബിയാക്കിയ അറിയന് കോലം.
ബുദ്ധിയില്ലാത്ത വർത്താനം പറയാൻ പാടില്ലല്ലോ. മനുഷ്യനായി വന്നാൽ പിന്നെയും ചോദ്യം ചെയ്യില്ലേ? മനുഷ്യനാണ് നബിയാന്ന് മലക്കാവണ്ടേ? മലക്കിന്റെ രൂപത്തിൽ വന്നാലോ ഓടി രക്ഷപ്പെടും ചെയ്യും. അത് വളരെ പ്രയാസമുള്ള രണ്ട് ലോകമാണ്, മലക്കിന്റെ ലോകവും മനുഷ്യന്റെ ലോകവും. ഏതെങ്കിലും കഴിവുള്ള അതിനനുസരിച്ച് ആത്മാവിന്റെ വലുപ്പവും ഹൃദയവും ഒക്കെ അതിനനുസരിച്ച് വലുപ്പമുള്ള ആൾക്ക് മലക്കുമായി ബന്ധപ്പെടുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിന് കഴിയില്ല. നമ്മുടെ അവസ്ഥ മറ്റൊന്നായി മാറുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു അനുഗ്രഹം പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നബിയെ അള്ളാഹു തആല നിശ്ചയിച്ചു തന്നു എന്ന് പറഞ്ഞത്. ഇനി അവിടെ തന്നെ മറ്റൊരു ഖിറാഅത്തിൽ മിൻ അൻഫസിക്കും, നിങ്ങൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കബീലയിൽ നിന്ന്, ഏറ്റവും ഉയർന്ന കബീലയിൽ നിന്ന്, ഉയർന്ന കുടുംബത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല റസൂലാക്കി അയച്ചിരിക്കുന്നു. ഖുറൈശി കബീല പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിലുള്ള പ്രയോഗം തന്നെ അങ്ങനെ, നീ വലിയൊരു ഖുറൈശി വന്നിടുന്നത്. ഒരു ഖുറൈശി എന്ന് പറയുന്നത് ഒരു ഉയർന്ന കബീലയാണ്, ഉയർന്ന കുടുംബമാണെന്നതിൽ ആർക്കും സംശയമില്ല. ആരും അത് നിഷേധിക്കുകയുമില്ല. നബിയുടെ റിസാലത്ത് നിഷേധിച്ചവനും ഖുറൈശി കബീല ഉയർന്ന കബീലയാണെന്നതിൽ സംശയിക്കുന്നവരില്ല. രണ്ടോത്തും ശരിയാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ വിഷമമാണ്, പ്രയാസമാണ്, താങ്ങാനാവാത്തതാണ്. മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് വിഷമമുണ്ടാവുക, മനുഷ്യന് വിഷമമുണ്ടാവുക, അത് റസൂലുള്ളാഹിക്ക് താങ്ങാനാവുകയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങൾ മുഅ്മിനീങ്ങളാകാൻ വളരെ കൊതിയുള്ളവരാണ് നബി തങ്ങൾ. ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ആളുകളോട് കരുണയുള്ളവരും കൃപയുള്ളവരുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുഅ്മിനീങ്ങളോട് ഏറ്റവും കൃപയുള്ളവർ. എന്നാൽ പ്രയാസം വരുന്നതിൽ, ആർക്ക് പ്രയാസം വരുന്നതിലും നബി തങ്ങൾക്ക് പ്രയാസമാണ്. മുഅ്മിനാണോ അല്ലേ എന്നുള്ളത് അവിടെ ഇല്ല. ഹരീസുൻ അലൈക്കും, നിങ്ങൾ നന്നായി തീരണമെന്ന് വളരെ കൊതിയുള്ളവരാണ്. അവിടെയും ആരെന്നില്ല. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വളരെ കരുണയും വളരെ കൃപയും ഉള്ളവരാണ് മുഅ്മിനീങ്ങളോട്. അതും അവിടെ മാത്രമാണ് മുഅ്മിനീങ്ങളെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റൊരാൾക്ക് പ്രയാസം വരിക എന്നുള്ളത് റസൂലുള്ളാഹിക്ക് മുഅ്മിനായാലും അല്ലെങ്കിലും പ്രയാസം വരിക എന്നുള്ളത് പ്രയാസമാണ്. എല്ലാവരും നന്നായി തീരണമെന്ന ഏറ്റവും വിശാലമായ മനസ്സിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ 3-4 വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണ്. ഒന്ന് അസീസ് എന്ന് നബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അള്ളാഹുവിനെ പറ്റിയും പറയുന്ന പേരാണ് അസീസ്. മറ്റൊന്ന് ഹരീസ്, മറ്റൊന്ന് റഊഫ് അള്ളാഹിന്റെ പേരാണ്, റഹീം അള്ളാഹിന്റെ പേരാണ്. ഈ 4 പേരും അല്ലെങ്കിൽ 3 പേരും അള്ളാഹുവിന്റെ പേരിൽ നിന്ന് മുത്തുനബിക്ക് അള്ളാഹു തആല കൊടുത്ത പേരാണ്. മുത്തുനബിക്ക് അള്ളാഹിന്റെ പേരിൽ നിന്ന് 80 പേരുകൾ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. 80 പേര് മുത്തുനബിക്ക് അള്ളാഹുവിന്റെ പേരിൽ നിന്ന് അള്ളാഹു തആല കൊടുത്തതായി ഇമാം സിയൂത്തിയും മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നബിയുടെ പേര് 80, 100, 1000 ഒന്നല്ല, 10,000-കണക്കിന് പേരുള്ളവരാണ് മുത്തുനബി തങ്ങൾ. അത് വേറെ. കാലം പടച്ച അന്ന് മുതലേ ആദ്യം മുഹമ്മദ്, പിന്നീട് അങ്ങ് ഏറ്റവും അഫ്ളലായ പേര് മുഹമ്മദ്, ബാക്കി പേരുകളൊക്കെ അതിന്റെ താഴെയാണ്. പിന്നുള്ള പേര് അഹ്മദ്. ആ പേരുകൾ അങ്ങനെ വന്ന് 200 ചില്ലാനും പേര് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദലായിലുൽ ഖൈറാത്തിൽ തന്നെ കാണാം. ആ പേര് ചൊല്ലുന്നത് തന്നെ പുണ്യമാണ്. ആ ചൊല്ലിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നതിന്റെ പുറമെ നമുക്ക് ആ സ്വഭാവം, നബി തങ്ങളുടെ സ്വഭാവങ്ങളാണ് ആ പേരിൽ പറയുന്നത്. ആ സ്വഭാവം നമുക്കുണ്ടാവാൻ അത് കാരണമാകും. അള്ളാഹു മുത്തുനബിയെ കൊണ്ട് നമ്മളെ ആത്മാവിനെ അള്ളാഹു തആല ശുദ്ധിയാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.